നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ഈ രാത്രി തുറക്കാം. Everyone open your Bible in this evening. We are starting Matthew chapter 24 verse 3, 4, 5. മത്തായി സുവിശേഷം 24 3, 4, 5 വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ വായിച്ച് സഹായിക്കും. വായിക്കാം മക്കളെ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്ന് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. യേശുനാഥൻ ഉത്തരം പറഞ്ഞു. ഇതാ നമ്മുടെ പ്രസംഗം. വായിക്കാം മക്കളെ. അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന്, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം. യേശു ഉത്തരം ചൊല്ലി, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേക കള്ളക്രിസ്തുക്കളും പ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. ഇന്ന് രാത്രി കണ്ണുകളെ ഒരു നിമിഷം കൂടി മൂടാ. മഹാദൈവത്തിന് നന്ദി കരേറ്റ. ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ടുപാടി ദൈവദാസനൊക്കെ പ്രാർത്ഥിച്ചും വളരെ സന്തോഷമൊന്നുമില്ല. പെന്തിക്കോസുകാരുടെ സന്തോഷമൊക്കെ കോട് ഒന്നോടുകൂടി പോവുകയും ചെയ്തു. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അച്ഛായമ്മ എന്തുകൊണ്ട് സന്തോഷിക്കണം? വലിയ വീട് തന്നിട്ടല്ല, കാർ തന്നിട്ടല്ല, കമ്പ്യൂട്ടർ തന്നിട്ടല്ല. ഇന്ന് രാത്രി 2024 കണ്ട പലരും 25 കാണാതെ ഇരിക്കുമ്പോൾ 25 ജനുവരി കണ്ടവർ ഫെബ്രുവരി മാസം രണ്ടാമത്തെ ആഴ്ചയിൽ കാണാതെ, കണ്ണു തുറന്ന് പ്രകൃതിയെ കാണാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കാലുകൾ ചവിട്ടിക്കൊണ്ട് ഗ്രൗണ്ടിനകത്തിറങ്ങുന്ന അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ദേശത്തിനെ ബലപ്പെടുത്തിയ ദയക്കായി നന്ദിയോടെ സ്തോത്രം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ, ചതഞ്ഞവോടെ ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവത്തിന്റെ കരം ഈ രാത്രി ചലിക്കുവാൻ. കേരളത്തിന്റെ വടക്കേറ്റമായൊരു മണ്ണുണ്ട് വയനാടിന്റെ പ്രത്യേകത ഓരോ ചുരങ്ങൾ തോറും പ്രസംഗിക്കാൻ. പുൽപ്പള്ളിയും സുൽത്താൻ ബത്തേരിയും അമ്പലവയലും മാനന്തവാടിയും മീനങ്ങാടിയും അതിനോടനുബന്ധിച്ച് കൽപ്പറ്റയും ബാണാസുരസാഗറും തിരുനെല്ലിയും പടിഞ്ഞാറത്തറയും അവസാനമായി മേപ്പാടിയിൽ പ്രസംഗിക്കാനും ദൈവം കൃപ ചെയ്തു. നല്ല സ്ഥലം മേപ്പാടി. 4 മലകൾ, മാതാവേ പിതാവേ. അതിന്റെ 4 മലകളുടെ പ്രത്യേക മുണ്ടക്കയും ചൂരമലയും വെള്ളാറും. അത് കഴിഞ്ഞിട്ട് പുത്തുമല. രാത്രി 11:30. ചിലർ പ്രാർത്ഥിച്ച് കാണും, ചിലർ മൊബൈൽ കണ്ടു കാണും, ചിലർ സീരിയൽ കണ്ടാടും, വാട്സപ്പൊക്കെ അടിച്ച് കാണും. അവരും അറിഞ്ഞില്ല. 4.5 ഭൂമിയുടെ ആദ്യത്തെ കുലുക്കം. പാത്രങ്ങൾ ഗ്ലാസുകൾ കൂട്ടിമുറ്റ യെശയ്യാ പ്രവചനത്തിന്റെ നിവർത്തി. ഭൂമി പടുപട പൊട്ടും കിടുകിടക്കീറും മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടും വിറയ്ക്കും വീഴും. എഴുന്നേൽക്കില്ല, ആരും ഗവനിച്ചില്ല. രാത്രി 11:30 ആദ്യത്തെ പൂജല. രാത്രി 1:30 ഒരു സംഭവം നടന്ന് മക്കളെ. മതമിളകിയ ആന പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ചെറിയുന്നത് പോലെ 4 മലകൾ പടപടാ ഉരുൾപൊട്ടുവാൻ തുടങ്ങി. അനവധി വെള്ളത്തിനൊപ്പം വീടുകളും പതിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ 400 പേരുടെ പടമുണ്ട്. 38 പേരുടെ കൈയും കാലും ഒന്നുമില്ല, ഇതുവരെയും കിട്ടിയിട്ടുമില്ല. എൻ്റെ പ്രസംഗം അതല്ല. മേപ്പാടിയിൽ നിന്ന് ഒഴുകി വരുന്നൊരു മലയുണ്ട്, പുത്തുമല. അതിൻ്റെ അരുവി ആ ചാലിയാർ പുഴ. ആ ചാലിയാർ പുഴ നിലമ്പൂർ പോത്തുകല്ലിൽ കൂടി 48 മണിക്കൂർ കഴിഞ്ഞ് ആൺകുട്ടികളും പെൺകുട്ടികളും കുളിക്കാനും വസ്ത്രം കഴുകാനും ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച. ഉറങ്ങിയവന്റെ ശരീരമെല്ലാം മച്ചി, കൈ വേറെ കാല് വേറെ, ദാ ഒഴുകി വരുന്നു ചാലിയാർ പുഴ. ഇന്ന് രാത്രി അമ്പൂരി ഒന്ന് കുലുങ്ങാമായിരുന്നു, തേക്കപാറയിലും ഭൂകമ്പം വരാമായിരുന്നു, ആറാട്ടുകുഴിയും വെള്ളറടയിലുമുള്ള മലകളൊന്ന് വീഴാമായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവ. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിന് വീഴ്ചയെന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി 2025 ജയസ് പെന്തക്കോസ് ദൈവസഭ കൺവെൻഷന് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന കർത്താവിന് കോടാനുകോടി സ്തോത്രം. കണ്ണുകൾ മൂടാൻ കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ നന്ദി അപ്പച്ച. അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് ഇരവ് വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. കാട്ടത്തിയുടെ പാരമ്പര്യത്തിരുന്ന സക്കായിയുടെ ഭവനത്തിനകത്ത് നാഥന്റെ കരമിറങ്ങിയപ്പോൾ ആ കുടുംബം രക്ഷ പ്രാപിച്ചതുപോലെ 2025 ഈ പട്ടണത്തിനകത്ത് ചില കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കുക. ചില മദ്യപാനികൾ യേശു
യേശുവിനെ കാണുവാൻ ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ നാഥന് വേണ്ടി രാത്രി കരമുയർത്തുവാൻ, ആത്മഹത്യക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ കരങ്ങളുടെ ഹല്ലേലൂയ മഹത്വം ഇന്ന് രാത്രി സ്വർഗത്തിൽ രേഖപ്പെടുത്തുവാൻ അങ്ങയുടെ തിരുസാന്നിധ്യം ഈ രാത്രി ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. പ്രിയ പിതാവ്, ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ യോഗ പരമ്പരകളിൽ ഉയർന്നപ്പച്ച ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഉയരണം. ആദിയോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. ശബ്ദം, വെളിച്ചം, പ്രകൃതി കടന്നു വന്ന കുഞ്ഞുങ്ങൾ, മക്കൾ, ഈ ദേശമെല്ലാം എന്റെ ദൈവത്താൽ മാനിക്കപ്പെടും. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണമേ പ്രിയ പിതാവേ. സ്വർഗം ഈ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണം. ഇന്ന് രാത്രി വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ കർത്തർക്ക് മഹിമ കൊടുക്കാം. നല്ല ഉത്സാഹത്തോടെ, തമിഴ്നാട് പറയുന്ന ഉത്സാഹത്തോടെ കർത്തർക്ക് മഹിമ കൊടുക്കാം. സ്തോത്രം. നിങ്ങളുടെ നല്ല സഹകരണത്തിന് നന്ദി. ഇനി ബൈബിൾ എല്ലാവരും തുറക്കാം. എല്ലാവരും കൂടെ ബൈബിൾ വെച്ചിരിക്കണം. 8 വാക്യം ആദ്യം വായിക്കുമ്പോൾ ഇടവേള വാക്യം 3 വാക്യവും കൂടെ. ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. തുടങ്ങുന്നത് 4 സുവിശേഷങ്ങൾ: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മത്തായിയിൽ കൂടി യേശുക്രിസ്തുവിന്റെ മശിഹാ, മർക്കോസിൽ ദാസത്വോ, ലൂക്കോസിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വോ, യോഹന്നാനിൽ ദൈവത്വത്തിന്റെ ആളത്വവും വരച്ചു കാട്ടുന്നു. മത്തായി സുവിശേഷത്തിന്റെ പ്രത്യേകത വെള്ളരുടെ ആത്മീയമന്ന ബൈബിൾ കോളേജിൽ ഇരിക്കുന്നത് പോലെ AD 30 കാൽവറിയിലെ ക്രൂശീകരണം, 37 കാലഘട്ടത്തിൽ മത്തായിയിൽ കൂടി ചമയ്ക്കുന്ന മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ, 28 അധ്യായങ്ങൾ. സുവിശേഷത്തിന്റെ പ്രത്യേകതമായ 5 താലന്തുകൾ: 1 നാഥന്റെ ജനനം, 2 ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. 5ാമത്തെ പ്രത്യേകത പെന്തിക്കോസ്തുകാർക്കും ഇഷ്ടമല്ല. ആര് പറഞ്ഞാലും ഇല്ലെങ്കിൽ രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. സുവിശേഷത്തിന്റെ ധ്വനികൾ. ഇന്ന് രാത്രി 5 കഥാപാത്രങ്ങളെ സ്വർഗം മത്തായി സുവിശേഷത്തിൽ. 1 ആരാ? 1 യേശു, 2 അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹെരോദാവ്, 5 പീലാത്തോസ്. 2ാമത്തെ ഭാഗം 5 പട്ടണങ്ങളെ സ്വർഗം വരച്ചു കാട്ടി. 1 ബേത്ലഹേം, 2 ശമരിയ, 3 യഹൂദിയ, 4 ഒലിവുമല, 5 കാൽവറി മല. അധ്യായം 1 പഴയ നിയമത്തിന്റെ അവസാന പുസ്തകങ്ങൾ. ശ്രദ്ധയോടെ പഴയ നിയമത്തിന്റെ 38, 39 സെഖരിയാ പ്രവചനം, മലാക്കി. അത് കഴിയുമ്പോൾ ദൈവവചന പഠിതാക്കൾ കൃഷ്ണസാർക്ക് വിടിരിക്കുന്നു. 400 വർഷം ഇരുണ്ട കാലഘട്ടം. അതിനുശേഷം ക്രിസ്തുവിന്റെ വംശാവലിയുമായി മത്തായി തുടങ്ങുന്നത്. അധ്യായം 1 അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലിയ യേശുക്രിസ്തുവിന്റെ ജന്മത്തിന്റെ പുറകിൽ. അധ്യായം 2 മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ പരമയാഗണമാകണമെങ്കിൽ അവന്റെ സിട്ടി വൈഭവത്തെ. അധ്യായം 2 എവിടെ പാപം? കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇതാ ബൈബിൾ. ഉൽപ്പത്തി അധ്യായം 1 ആദിയിൽ ദൈവം ആകാശം ഭൂമി, ഭൂമി പാഴും ശൂന്യവും, ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യൂണിവേഴ്സ്. ഉൽപ്പത്തി 2 ദൈവം മനുഷ്യനെ. ഇറാഖിലെ ഏതെനിൽ നല്ല അക്കരെ ഒരു മണ്ണുണ്ട്, എത്യോപ്യ. പുറകെ പറയും 6 ഘടകങ്ങൾ: സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. നിലത്ത പൊടിയിൽ നിന്ന് ആദമനെ മെനഞ്ഞ് തക്ക തുണയായി ഏതന്റെ പൂങ്കാവനത്തിൽ ആദ്യത്തെ കുടുംബജീവിതം ദൈവത്താൽ ആശീർവദിക്കപ്പെട്ടു. അടക്കി പാടുക, പെറ്റുവരിക, സന്താന പുഷ്ടിയുള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. തോട്ടത്തിന്റെ നടുവിൽ ഒരു ടോർപ്പിടയുണ്ട്, നന്മയുടെയും തിന്മയുടെയും ബലം. അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ തോട്ടത്തിൽ നിന്ന് പുറത്താകും. ആദ്യം ആദമിനെ പിശാച് വളഞ്ഞിട്ട് പിടിച്ചു. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ നാഥന്റെ കരമിറങ്ങിയത് കൊണ്ട് അവൻ ഈ കെണിയിൽ വീണില്ല. ആദം കള്ളിമുട്ടിൽ നിന്ന് പനച്ചിമൂടി ചന്തയിൽ പോകുന്നത് പിശാചിന് എങ്ങനെയോ പിടികിട്ട്. സർപ്പത്തിന് അമ്മാമ്മയുടെ മൊബൈൽ നമ്പരും കിട്ടി. മനസ്സിലാകുന്നവർക്കായി വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് കാര്യങ്ങൾ ശരിയാക്കി. ഞങ്ങൾ പറയുന്ന പോലെ മോനത്തൊക്കെ അമേരിക്കയിലേക്കും കറുത്ത കാറും വെളുത്ത പെണ്ണും എല്ലാം കിട്ടും. സ്വോത്രം. അമ്മാമ്മയോട് അടുത്ത കാര്യം കൂടെ സർപ്പം പറഞ്ഞു: ഫുള്ളും തിന്നരുത്, പകുതി നിന്നിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണം. പനച്ചുമുട്ടി എന്ന് പറയുന്ന അച്ചായനും കൊടുക്കണം. സ്വോത്രം. അതുകൊണ്ട് ആ കോരിന്ത്യ ലേഖനം പൗലോസ് ലേഖ ധന്യം ചൊല്ലുക: സർപ്പം ഹൗവ ഉപായത്തിൽ, സാധാരണ ചതിയല്ല, ഉപായത്തിൽ. സ്വോത്രം. 2 കൂടെ പനച്ചുമുട്ടി ചന്തയിൽ പോയ അച്ചായനും കിട്ടി. ശമനപ്പ് ആപ്പിളൂടെ അച്ചായനും കടിച്ചപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. പാപം ചെയ്ത മനുഷ്യൻ രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി. തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വർഗത്തിന്റെ വിളി വരുന്ന അപ്പച്ചാമ്മച്ചി: ആദമേ, നീ എവിടെ? ഇന്ന് രാത്രി പാപം ചെയ്ത് ദൈവസന്നിധിയിൽ അകന്ന് ഒരുവൻ പിന്മാറി പോകുമ്പോഴും അവനെ മാടി വിളിച്ചു വീണ്ടും ഒരിക്കൽ കൂടി മടക്കി വരുത്തി മാറോട് ചേർക്കുന്ന സ്നേഹത്തെയാ ഇന്ന് രാത്രി ഞങ്ങൾ കള്ളിമൂടിൽ ഉയർത്തുന്നത്. അതിന്റെ പേരാ ക്രിസ്തുവിന്റെ സ്നേഹം. അതുകൊണ്ട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ സ്നേഹത്തിന്റെ മൂർത്തി ഭാവങ്ങളായി 2025 സുവിശേഷത്തിന്റെ പോർക്കളത്തിൽ നിൽക്കുവാൻ
ഭക്തന്മാരെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ പാപം ആരംഭിക്കുന്നു. എവിടെ ആട്ടിൻകുട്ടിയുടെ പരമയാകും. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ കൽദേ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ ആദമിന്റെ തലമുറയിൽ ചേത്ത് ഹാരാനിനകത്ത് നാഹോറിന്റെ ഹാരാനകത്ത് തേരകന്റെ മകനായ അബ്രാമിന് ദൈവം അവനെ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി ഇസഹാക്കിന് ദൈവം കൊടുത്തു. എവിടെ വാഗ്ദത്ത കനാല് കുഞ്ഞു വളർന്ന് വീട്ടിനകത്ത് പക്വതയോടെ നിൽക്കുമ്പോൾ ഒരു സംഭവം നടന്നു. അബ്രഹാമിന്റെ കർണപടങ്ങളിൽ ഒരു വാക്കത്തി കുഞ്ഞിനെ മോറിയ ദേശത്തെ മലയിൽ കൊണ്ടുവന്ന് യാഗമാക്കണം. മാതാവേ പിതാവേ 100ാമത്തെ വയസ്സിലാ കിട്ടിയ കുഞ്ഞ്, ഇനി മക്കളുണ്ടാകുമെന്ന് അറിയത്തില്ല. അപ്പച്ചനൊരു ഭീതിയുണ്ട്. എങ്കിലും അവനൊരു അചഞ്ചലമായ വിശ്വാസത്തിൽ ഹല്ലേലൂയ കാര്യങ്ങൾ നിവർത്തിച്ചു. പിന്നെ എന്താ വിറകും കെട്ടുമെടുത്ത് ബാലകന്റെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം പലപ്പോഴും ആടുമായി യാഗത്തിന് പോകുന്ന ഇസഹായിക്ക് ചോദിച്ചു, അപ്പച്ച കയറെവിടെ, ആടിന്റെ കയറെവിടെ? അപ്പച്ചൻ പറഞ്ഞ യഹോവ കരുതിക്കൊള്ളു. അബ്രഹാമിന്റെ അകത്ത് അചഞ്ചലമായ വിശ്വാസം. തന്റെ പ്രിയ പൈതലിന്, തന്റെ രക്തത്തിൽ പിറന്ന പൈതലിന് മോറിയാദേശത്തുള്ള മലയിൽ കൊണ്ടുപോയി കണ്ണമായി കത്തി നുറുക്കി ചാമ്പൽ കൂമിനെ വലിച്ചെറിഞ്ഞാൽ അതിനകത്ത് 1000കണക്കിന് ഇസഹാക്കുമാരെ ഉരുവാക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് അബ്രഹാം ഉറക്കെ പറയൽ ശ്രദ്ധായിയായ ദൈവ സകലത്തിനും മതിയായവനായ പറഞ്ഞൊരു കാര്യമുണ്ട്. യഹോവ കരുതിക്കൊള്ളു. 3 ദിവസത്തെ വഴി ദൂരമായി കുഞ്ഞുമായി പോയി. എന്താ സംഭവം? ഹല്ലേലൂയ. മോറിയ ദേശത്തുള്ള പാറയ്ക്കകത്ത് കുഞ്ഞിനെ കൈകാലുകൾ കെട്ടി ചില നിമിഷങ്ങൾ കഴിഞ്ഞ് ഈ കുഞ്ഞിന്റെ ശരീരം തകർത്തുകൊണ്ട് ഹല്ലേലൂയ ഹോമയാഗത്തിന് വഴിയൊരുക്കുക. അബ്രഹാമിന്റെ അകത്തൊരു വേദന. തന്റെ പ്രിയ പൈതൽ മുട്ടുമടക്കി അവസാനമായി അവന്റെ പ്രാർത്ഥനയുടെ കത്തി ഉയർന്നപ്പോൾ സ്വർഗത്തിന്റെ കരമിറങ്ങി. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് ഇരവ് എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കുമെന്നാൽ അവസാന മോമെന്റിൽ നീ പുൽപ്പായ്ക്കകത്ത് കരയുവാൻ തയ്യാറുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി വിശ്വാസത്തോടെ പറയണം, അവസാന മിനിറ്റിൽ എന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിൽ സ്വർഗത്തിന്റെ കരമിറങ്ങിയതുപോലെ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ നടന്നു വന്നെങ്കിൽ ഹല്ലേലൂയ എന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വാസം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ബാലകന്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായ ഒരു ആട്ടിൻകുട്ടി ഞാൻ മറുപടിയായി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ബ്രദർ സിസ്റ്റർ വിശ്വസിക്കണം. ഒരു വഴിയായി നിനക്കെതിരെ പ്രതികൂലം ആഞ്ഞടിക്കും, ഒരു വഴിയായി പ്രതിസന്ധി ആഞ്ഞടിക്കും. നിന്റെ പടക് തകരുമെന്ന് ലോകം പറയും, ഈശാനുമൂലൻ പറയും, നിന്റെ തകർച്ച ഉറപ്പ്. മന്ത്രവാദി പറയും നിന്റെ കുടുംബത്തിനകത്ത് ശവപ്പെട്ടി ഉറപ്പാ. എന്നാൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി പറയണം, ഒരു വശത്ത് എനിക്കെതിരെ പ്രതികൂലം അടിക്കുമ്പോൾ മറുവശത്ത് സ്വർഗത്തിന്റെ കരം ആട്ടിൻകൂട്ടി നടന്നു വന്നതുപോലെ നടന്നു വരുക. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരാ, സാധാരണ ദൈവമല്ല. സഹോദരി, നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ആരാ? നിന്റെ ദൈവം. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശപാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ കള്ളിമൂട് കിളിയൊരു അരിവാട്ട് കോണത്ത് എന്റെ തലയിൽ ഒരു മുടി നാര് പോലെ താഴെ വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ. കാരകോണത്തുകാരൻ പറയും ഹാർട്ട് അറ്റാക്ക് പോയി, ഇനി അച്ചായന്റെ ഡെഡ് ബോഡിയെ കിട്ടും. നിമിഷലെ മധുശ്രീധർ പിള്ളേരോട് രഹസ്യമായിട്ട് പറയും, അടുത്ത അറ്റാക്കോടുകൂടി അപ്പസമയം തരില്ല. അച്ചായ ഇന്ന് രാത്രി പറയണ ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്. ഇന്ന് രാത്രി എന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, സാധാരണ ദൈവമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവന്റെ പേരെത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സഹോദരി, ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് മെഡിക്കൽ കോളേജുകാർ തള്ളി കാണും. RCCക്കാർ കുഞ്ഞുങ്ങളെടുത്ത് രഹസ്യമായി പറഞ്ഞാണ് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അറിയിക്കേണ്ടവരെ അറിയിച്ചോളാം. എന്നാൽ ഇന്ന് രാത്രി പറയണ ഈ ഗ്രൗണ്ടിനകത്ത് ദൂട്ട പിശാചി നടുങ്ങട്ട ക്യാൻസറിന്റെ സ്റ്റേജ് അല്ല വലുത്. ഇന്ന് രാത്രി വിശ്വാസത്തോട് പറയണ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഇന്ന് രാത്രി ഞാൻ സകലത്തിനും മതിയായവ. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded in this evening. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവജനത്തിനെതിരെ പോരാടുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി മമ്രയുടെ തോപ്പിൽ ഒരു കരമിറങ്ങിയെങ്കിൽ, സിംഹക്കുഴിയിൽ ദാനിയേലിനെ പിടിച്ചുയർത്തുവാൻ ഒരു കരമിറങ്ങിയെങ്കിൽ, 1000 ആണ്ട് ശാപത്തിൽ കടന്ന രൂത്തിനെ ബോവസിന്റെ വയലിലെത്തിക്കുക സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ, ഈ കൺവെൻഷൻ കൂട്ടത്തിന് അറിവേണ ആ കരം തളർന്ന കരമല്ല. എന്റെ കണ്ണുനീരിന്റെ മറുപടിക്ക് തരുക ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ.
മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഷഹാക്കിന് പകരമായ ഒരു ആട്ടിൻകുട്ടി അറുത്തു. അടുത്തതാർക്ക് പകരമായി ഇസ്രായേൽ ജനം ഇസ്രായേലിന്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറേൽക്കുമ്പോൾ അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കണ്ടു. ആയിരക്കണക്കിന് ആടുകളെ പാസോവർ പെസക കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കട്ടളക്കാൽമേർ കൂടുമ്പോഴമേലും തേച്ചു. അനവധി പേർ ആഴമേറിയ ചെങ്കടൽ കടന്നു. മൂന്നാമത്തെ ആടിന്റെ രക്തം ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. ആയിരക്കണക്കിന് 1,50,000 പരം ആടുകളെ അറുത്തു. രക്തമൊഴുക്കി കൂറു നോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചു, അവൻ നല്ലവൻ, അവന്റെ ദയം നീക്കമുള്ളത്. അപ്പോൾ ദൈവ സാന്നിധ്യം ആലയത്തിൽ ഒരു പഠന ക്ലാസ്സിൽ ജംബൂർ LMS സ്കൂളിലിരിക്കുന്നത് പോലെ 1 ഒരു കുഞ്ഞിന് വേണ്ടി പകരം ഒരു ആട്ടിൻകുട്ടി, 2 ആഴമേറിയ ചെങ്കടൽ കടക്കാൻ ഇസ്രായേൽ പാളയത്തിൽ അനവധി ആട്ടിൻകുട്ടികൾ ജനത്തിന് വേണ്ടി, 3 ദൈവാലയത്തിന് വേണ്ടി അനവധി ആട്ടിൻകുട്ടികളെ. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് മാറ്റപ്പെട്ടു. വീട്ടിനകത്ത് പക വന്നു, കൊലപാതകം വന്നു, കുറ്റം വന്നു, ടൈഫോയിഡ് വന്നു, പോളിയോ രോഗങ്ങൾ വന്നു. ആ സമയത്ത് ഊനമൃഗത്തെ അറക്കുവാൻ തുടങ്ങി. പാവപ്പെട്ട കോലാട്ടിനെയും ചെമ്മരിയാട്ടിനെയും കുറുപ്രാവിന്റെയും രക്തമെല്ലാം പടപടായി അകവീഴത്തിൽ വീഴുമ്പോൾ സ്വർഗം ചോദിച്ചൊരു കാര്യമുണ്ട്, അയ്യോ അയ്യോ, എന്നും എന്നും ഈ ഊനമൃഗങ്ങളുടെ രക്തം വീഴണ്ട. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർപ്പോകും രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. ഒറ്റശേഖരമംഗലത്ത് CPM-ന്റെ സമ്മേളനം നടക്കുമ്പോൾ പിണറായി അല്ല വിളിക്കുന്ന രക്തസാക്ഷി ചിന്താവാ, രക്തസാക്ഷി മരിച്ചിട്ടില്ല. അതുപോലെ വെള്ളറടയിൽ BJP-യുടെ സമ്മേളനം നടക്കുമ്പോൾ ബലിദാനികൾ ചിന്താവാ, ബലിദാനികൾ. അങ്ങനെയെങ്കിൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകും? പിതാവിന്റെ മടിയിൽ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഈ 2025 കള്ളിമൂടി ഞങ്ങൾ അവനെ ഉയർത്തുന്നു. അതുകൊണ്ട് യേശു യോഹന്നാൻ വരച്ചു കാട്ടുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസിന്റെ പാപമല്ല, CSAയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരാട്ടിൻകുട്ടി അറുക്കപ്പെടണം. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ബാക്കി മിണ്ടുന്നില്ല. ഞാൻ തന്നെ പുനരുത്ഥാനം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതിനാസ്പദമായ ആരാ? സ്തോത്രം. ഭൂതലത്തിലേക്ക് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ബേത്ലഹേമിൽ ഭൂജാതനാകുന്നു. വചനം കൂടെ അവൻ ജനിക്കുന്നതിന് മുമ്പ് അനവധി പ്രവചനങ്ങൾ. മീക്ക 5:2 ബൈബിൾ കൂടെ, നീയോ ബേത്ലഹേമേ എഫ്രാത്തെ സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുന്നവൻ നിന്നിൽ നിന്ന് ഉരുവാകും. അതാ ഓശേപ്പച്ചനും അത് കഴിഞ്ഞിട്ട് മറിയാമച്ചിയും കൂടെ വെച്ച് ഒഗസ്ത്യോസ് കൈസറുടെ കൽപ്പന പ്രകാരം ബേത്ലഹേമിലെത്തിയത് 1-ാമത്തെ പ്രവചനത്തിന്റെ നിവർത്തി. ബൈബിൾ 2-ാമത്തെ. ഇതാ ഞങ്ങളുടെ വചനം. ഇവിടെ അനവധി നേതാക്കന്മാർ ഓലകത്തിൽ വന്ന് എവിടെ ജനിക്കുക, എവിടെ കിടക്കും, പുൽപ്പായി കിടക്കുമെന്ന് പോലും എഴുതിയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ നാഥൻ ജനിക്കുന്നതിന് മുമ്പ് സകല പ്രവചനങ്ങൾ. സ്തോത്രം. ശയാപ്രവചനം 7:14. അതിനകത്ത് ശയപ്രവചനം 9:16. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, നിത്യപിതാവ്. അതാ ദൈവസഭയുടെ പ്രത്യാശ, രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരും. ശയാപ്രവചനം 7:14. കന്യക ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും, ഇമ്മാനുവേൽ. ഇസ്രായേലിന്റെ ചരിത്രം അക്കമിട്ട് ഞാൻ വായിക്കുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആ കാലത്ത് പ്രവാചക ശബ്ദം കേട്ട് അനവധി പെൺകുട്ടികൾ കല്യാണം കഴിച്ചില്ല. അവരുടെ ഉള്ളിലൊരു ധാരണ, ഞങ്ങളുടെ ഉള്ളിലാ മഷിക. അതുകൊണ്ട് ഉള്ളിലൊന്നും അല്ല മഷിക പറഞ്ഞത്. അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് മറിയ കൊച്ചമ്മയെ നല്ല വിളിച്ചത്, കൃപ നിറഞ്ഞ മറിയമ്മയെ നിനക്ക് വന്ദനം. മനസ്സിലാകുന്നവർക്കായി ദ മൈറ്റി ഗ്രേസ്, അതോ ഉലകത്തിന്റെ ഗ്രേസ്, നിന്നിൽ കൃപയുണ്ട്. ആ കുഞ്ഞിനൊരു പേരിടണം, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അത് പറഞ്ഞപ്പോഴാ പെന്തിക്കോസുകാർ ശ്രദ്ധിക്കേണ്ടത്. CSIക്കാരാകട്ടെ പെന്തിക്കോസുകാരാകട്ടെ ഇന്ന് ദൈവദാസനോ അച്ഛനോ പട്ടക്കാരനോ പ്രാർത്ഥിച്ച് നല്ലൊരു തുണിക്കട കിട്ടും, അതിന്റെ പേര് ഇമ്മാനുവേൽ. ഡ്രൈവിംഗ് സ്കൂൾ ഇമ്മാനുവേൽ, ടൈലറിംഗ് കട ഇമ്മാനുവേൽ. സ്വത്രം. അത് കഴിഞ്ഞിട്ട് മാർബിൾ സ്റ്റോൺ കമ്പനി ഇമ്മാനുവേൽ. പക്ഷെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന പാവപ്പെട്ട പാസ്റ്ററും അല്ല, അച്ഛനും അല്ല. സന്തോഷമില്ലല്ലോ. ഹണി റോസും മണി റോസും എല്ലാത്തിനെയും ദൈവം അടിക്കും. മനസ്സിലാക്കുന്നവർക്ക് പച്ചയ്ക്ക് പെന്തിക്കോസുകാരടുത്ത് CSIക്കാരടുത്തും പറയാം, ദൈവസന്ധി പ്രാർത്ഥിച്ച് മുട്ടുമടക്കി കണ്ണുനീരോട് നിനക്കൊരു പ്രസ്ഥാനം തന്നെങ്കിൽ കർത്തൃദാസന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി, കവർ കൊടുക്കണ്ട, നിന്റെ കട അനുഗ്രഹിക്കപ്പെടും. സ്വത്രം. CSIക്കാരാകട്ടെ ആരാകട്ടെ, ദൈവം നിനക്കൊരു നന്മ തരുമ്പോൾ സിനിമാക്കാരെ സീരിയൽ താരെയും വിളിച്ചു കഴിഞ്ഞാൽ ബോച്ചയെ പോലെ നീ ബോച്ചയായി പോകും. അതുകൊണ്ട് ഇനിയെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ. സ്വത്രം. പച്ചയ്ക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. സ്വത്രം. ബാക്കി അവസാനം പറയും. സ്വത്രം അല്ലേ ആൾക്കാർ സ്ഥലം കാലിയാക്കും. ഒരു കുഞ്ഞു വീട് കിട്ടിയാലും ഒരു കട കിട്ടിയാലും ഒരു വാഹനം കിട്ടിയാലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നീ മറക്കരുത്. കവറല്ല, ദൈവദാസനെ എനിക്കൊരു നന്മ കിട്ടി, ഒരു വാക്ക് സ്വത്രം ചെയ്താട്ടെ. സ്വത്രം. എനിക്കൊരു കമ്പനി കിട്ടി, അല്ലെങ്കിൽ ഒരു കട ആരംഭിച്ചു. താരങ്ങളെയും സീരിയലുകളെയും വിളിക്കാതെ നിങ്ങളെ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി കണ്ണുനീരോടെ നിൽക്കുന്നവർ എഴുന്നേൽക്കട്ടെ. അവനെവിടെ ബേത്ലഹേമിൽ ഭൂജാതനായി. മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളർന്നു.
30-ാമത്തെ തിരുവയസ്സിൽ കലക്കവെള്ളത്തിൽ സ്നാപക യോഹന്നാനാൽ സ്നാനമേറ്റു. അത് കഴിയുമ്പോൾ 3.5 വർഷം അവന്റെ ക്രൂശീകരണം. ശ്രദ്ധയോടെ നല്ല നിത്യജീവന്റെ മൊഴിമുത്തുകൾ ഗലീലയിലും ശമരിയിലും യഹൂദിയിലും തെക്കപ്പൊലിമയിലും ഗന്നസരേത്തിലുമെല്ലാം മൊഴിമുത്തുകൾ. മത്തായി 21 വരുമ്പോൾ ഒലിവുമലയുടെ താഴ്വാരം എത്തുന്നു. ഒലിവുമലയുടെ താഴ്വാരം എത്തുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താ അവൻ പറഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞെ കടന്നുപോയി എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം. കഴുതയും 2 കുഞ്ഞുങ്ങളും കാണും, ആ കഴുതയും കുട്ടിയും കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരണം. ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാ ഇന്നത്തെ വചനത്തിന്റെ കാതലായ ഒരു ഭാഗം. ഇതിനകത്തൊരു ഭാഗമുണ്ട്. ഇതെവിടാ തുടങ്ങിയത്? ബൈബിൾ കൂടെ സക്കറിയാ പ്രവചനം 9:9. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ നീ ആർപ്പെടുക. സിയോൻ എന്റെ രാജാവ് ജയശാലിയ പെൺകഴുതയുടെ പുറത്ത് പട്ടണത്തെ ഇളക്കി വാഹനമേറി അവൻ വരും. കാട്ടിനകത്തൊരു കഴുതയും കുഞ്ഞും കിടക്കും. അമ്മാമ്മ ഇത് കേട്ടോണ്ട് ഇത് എഴുന്നേൽക്കാം. 5 പ്രത്യേകത കഴുതയുടെ. 1 കഴുത്ത് ബന്ധനത്തിൽ, 2 ഭർത്താവ് മരിച്ചതായിരിക്കാം, 3 ഡൈവോഴ്സ് ആയിരിക്കാം, 4 വഴികളും വാതിലുകളും അടഞ്ഞു, 5 ഇനി മരണം കാത്തിരിക്കുക. ലാസ്റ്റ് മോമെന്റിൽ നിന്റെ കണ്ണീര് നിറഞ്ഞ വിഷയത്തിന് വേണ്ടി മറുപടി തരുക. കഴുതയുടെ കണ്ണുനീരിനകത്തൊരു കരം ഇറങ്ങി വന്നെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി ആർത്തിയോടെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് ഗ്രൗണ്ടിനകത്ത് നിന്ന് അപ്പാ പിതാവിൽ നിന്ന് നിലവിളിക്കുന്നവങ്ങൾ അധിക ദിവസം നീ കാട്ടിനകത്ത് കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ ദാസന്മാർ വന്ന് 1 കഴുതയുടെ കുരു കഴിച്ചു, 2 രക്ഷയുടെ വസ്ത്രം ഇതറി, 3 വനാന്തരത്തിനകത്ത് പുറത്തു വന്നു. ചെമ്പൂരും വെള്ളറുടെയും കിളിയൂരും കാട്ടാക്കടയും 5 മരകാലം നിന്റെ മരണം കാണാൻ കാത്തു നിൽക്കുക. അതിന്റെ നടുവിൽ കൂടി കഴുതയുടെ പുറത്ത് ഒരുവൻ യാത്ര ചെയ്തു. പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, നീ പുറത്തു വരത്തില്ലെന്ന് മന്ത്രവാദി പറയും, നീ പുറത്തു വരത്തില്ലെന്ന് ദുഷ്ടപിശാച് പറയും. നിന്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ നിന്റെ രക്തബന്ധങ്ങൾ കാത്തിരിക്കും. ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ഇന്ന് രാത്രി മുട്ടുമടക്കി ആരാധിക്കുന്ന ദൈവമകിതല് അവൻ കെട്ടിയ വേലിക്കകത്തൂടെ നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. കഴുതയുടെ പെണ്ണുനീരിനകത്തൊരു കരം ഇറങ്ങി വന്നെങ്കിൽ 2022 ഫെബ്രുവരി മാസം 2ാമത്തെ ആഴ്ച പറഞ്ഞ കരം തളർന്ന കരമല്ല. ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ നിന്റെ തലമുറകൾക്കെതിരെ വേലി കെട്ടിയാലും, നിന്റെ നന്മയ്ക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും ഇന്ന് രാത്രി പരാജയത്തോടെ മറന്നരുത്. ഇന്ന് രാത്രി ശംദരാധികജാന ബൗഡാരവ ശംദുര് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെയും കാൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തുന്ന യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുമ്പോൾ പിശാച് നിനക്കെതിരെ കെട്ടിയ വേലുകളുടെ അപ്പുറത്തുകൂടെ നിന്നെ പുറത്തു കൊണ്ടുവരുക. ആ രാത്രി ഇന്ന് കരമുയർത്തു. 2025 പിശാച് നടുങ്ങട്ടെ. നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ കൃഷിക്കെതിരെ, നിന്റെ ആത്മീയ വളർച്ചയ്ക്കെതിരെ പിശാച് കെട്ടിയ വേലുകളെ തകർക്കുക. ഇന്ന് രാത്രി ആര് കരമുയർത്തി ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ ശത്രു എനിക്കെതിരെ, മന്ത്രവാദി എന്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, പിശാചന്റെ ഭവനത്തിനെതിരെ ഉണ്ടാക്കുന്ന ഒരാഭിചാരവും ഫലിക്കയില്ല. വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സഹോദരി, നിന്റെ വിടുതലിന്റെ താക്കോൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിനക്ക് കൈകാര്യം ചെയ്യുന്ന രാത്രിയാ. ചെറുപ്പക്കാര, പട്ടണത്തിന്റെ വിടുതലിന്റെ താക്കോൽ ഇന്ന് രാത്രി നീ റിസീവ് ചെയ്തിട്ട് ഇതിനകത്ത് ഇറങ്ങാവും. പിന്മഴയുടെ കാലത്ത് യഹോവയോട് നീ മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ പട്ടണങ്ങൾ തടക്കുക, രാജ്യങ്ങൾ നേടുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് 2025 പറയണം, ദർശനം ചെമ്പൂരും വെള്ളറുടെയും അല്ല, വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പ. രാജകീയ പുരോഗതി വർഗമായി ദൈവം എന്റെ പിൻപിൽ ഒരു പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ വിസയുടെ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യുക. നാളുകളായി നിന്റെ മൈഗ്രേഷനകത്ത് പിശാച് അതിരുകൾ വെച്ചെങ്കിൽ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ പറയല, കഴുതയെ പുറത്ത് കൊണ്ടുവന്നവന്റെ കരം ആണ്ടവരിൻ വല്ലമായി പരിശുദ്ധയാത്മാവിൽ തൂവയാവി. இந்த നാൾകളിലെ இந்த முடிவான കൺവെൻഷൻ കൂട്ടങ്ങളിൽ ആ വല്ലമ എനിക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ എന്റെ പൊന്നു പോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസന, ഇന്ന് രാത്രി നിന്റെ മേലൊരു അഭിഷേകം ഇറങ്ങുന്ന രാത്രിയാ. ആ ഏറ്റെടുക്ക ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ ഇന്ന് രാത്രി ഞാൻ ഒരു വിടുതൽ വച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പറയാൻ എന്റെ കുടുംബത്തിന്റെ വിടുതലിന്റെ താക്കോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എനിക്ക് കൈമാറുന്ന രാത്രിയാ. ചെറുപ്പക്കാരൻ, ഇന്ന് രാത്രി കരമുയർത്ത്. പട്ടണത്തിന്റെ വിടുതലിന്റെ താക്കോ ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി പകരുന്ന രാത്രിയല്ല. PhD അല്ല വലുത്, ഡോക്ടറേറ്റ് അല്ല വലുത്. ഇന്ന് രാത്രി അവന്റെ ബലമുള്ള കൈ കീഴിൽ നീ താഴ്മയോടെ ഇരുന്ന പട്ടണങ്ങളെ പിടിക്കുവാൻ, രാജ്യങ്ങളെ പിടിക്കുവാൻ ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ കൃപ ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുന്ന രാത്രിയാ. നാട്ടുകാർ നിന്റെ മരണം കാണാൻ കാത്തിരിക്കും, വീട്ടുകാർ നിന്റെ പരാജയം കാണാൻ കാത്തിരിക്കും. എന്നാൽ അതിന്റെ നടുവിൽ ആ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത കർത്താവിന്റെ കര രാത്രി
വിശ്വാസത്തോടെ നെഞ്ചി നോക്കി അങ്ങ് പറ, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. വെള്ളറക്കാരനും ചമ്പൂരുകാരനും കിളിയുക്കാരനും അരുവാട്ടുകോണംകാരനും നിന്റെ പതനം കണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ നിൽക്കുക സഹോദര. അവൻ്റെ പോസ്റ്റല്ല വലുത്, നിന്റെ മുട്ടുമടക്കിയുള്ള പ്രാർത്ഥനയാ വലുത്. സ്വോത്രം ഇന്ന് രാത്രി നിനക്കെതിരെ പദ്ധതി വെച്ചുകൊണ്ട് നിനക്കെതിരെ തകർന്നു കാണാൻ കൂട്ടങ്ങളിനകത്ത് കുടുംബത്തിനകത്ത് ആവശ്യമില്ലാത്ത ഹല്ലേലൂയ വാട്സപ്പ് സന്ദേശങ്ങൾ കൊടുത്ത് തകർക്കാൻ വെച്ചവരുടെ പദ്ധതിയുടെ നടുവ് നീ എങ്ങും പോകണ്ട. നീ വീട്ടിലിരുന്ന് മുട്ടുമടക്കിയാൽ മതി. ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരും. പട്ടണത്തിനകത്ത് നിന്നെ മാനിക്ക് ദൂതേറ്റെടുത്ത് കൊണ്ട് ഇന്ന് രാത്രി പോകാവൂ. 5 ഈ കഴുത എവിടെ കൊണ്ടുവന്ന്? ദൈവാലയത്തിൽ കൊണ്ടുവന്ന്. ദൈവാലയത്തിൽ ഒരു കഴുത വന്നാൽ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് താഴേക്ക് വലിച്ചെറിയും. ഒരിക്കൽ കൂടി 5 പ്രതികൂലം ജീവിതത്തിൽ വനാന്തരം, കഴുത്തെ കുരുക്ക്, ആത്മഹത്യ കാത്തിരുന്നു, പുറത്തു വരത്തില്ലെന്ന് ലോകം പറഞ്ഞു. ഒരുപക്ഷെ ഭർത്താവ് മരിച്ചതാ. ദൈവകരമിറങ്ങിയപ്പോൾ 1 കെട്ടഴിച്ചു, 2 രക്ഷയുടെ വസ്ത്രം വിതറി, 3 എന്താ ചെയ്ത കാട്ടിന്ന് പുറത്ത്, 4 പട്ടണത്തിൽ കൂടെ നിന്നെ നടത്തി, 5 എത്താത്ത സ്ഥാനത്ത് നിന്നെ എത്തിച്ചു. കരമുയർത്തുന്നവർക്കാ. അതുകൊണ്ട് ഇന്ന് രാത്രി അമ്മാമേ ഗ്രൗണ്ടിൽ പറയണം, അവൻ്റെ ബലമുള്ള കൈ കീഴിൽ ആരോടും പരാതി പറയാതെ ഞാൻ മുട്ടുമടക്കിയ ദൈവം എന്നെ താക്ക സമയത്ത് ഉയർത്ത്. ചെറുപ്പക്കാരോടും പറയണ്ട, ഭാഷയോടും വഴക്കുണ്ടാക്കണ്ട, കമ്മിറ്റിയോടും വഴക്കുണ്ടാക്കണ്ട. നീ പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. കഴുതയെ ഉയർത്തി ഒരു കരം നിന്നെ ഉയർത്ത്. യെരൂശലേം ദൈവാലയത്തിനകത്ത് ഓശാന പെരുന്നാൾ, അനവധി പെരുന്നാളുകൾ, പട്ടണത്തെ ഇളക്കുന്ന ഇവനാൽ കർത്താവിൻ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. 7 പെരുന്നാൾ, പെസഹ പെരുന്നാൾ, ഓശാന പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ആദ്യമലക്കറ്റിയുടെ പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, അതിൽ ഓശാന പെരുന്നാൾ. ആലയത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം. ആലയം തകരുന്നു. മത്തായി 24:1-2 അവൻ ദൈവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, യേശുവേ എന്താ ഈ ആലയത്തിന്റെ പ്രത്യേകത? ഹെരോദാവിനാൽ 46 വർഷം കൊണ്ട് പണിയുന്നു. ഇതാ ഇസ്രായേൽ ഹമാസിന്റെ അവസാനം വരാൻ പോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിൽ നമ്മൾക്കത് കേൾക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞത് ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകുക. അടുത്തത് മത്തായി 24:3-4-5 അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകാവസാനം അടയാളം, എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? ചോദിച്ചത് പല പ്രഭാഷണങ്ങളിലും അങ്ങയുടെ നാവിൽ കൂടി ഞങ്ങൾ കേട്ട്. ഗലീലയിലും കടപ്പുറങ്ങളിലും തെക്കപ്പുലിമയിലും ശമരിയിലും യഹൂദിയിലും ഒക്കെ പല പ്രഭാഷണം കേട്ടു. അതിന് 10 വിപരീതമായി യുഗാന്ത്യ സംഭവം, എസ്കറ്റോളജിയുടെ ഒരു ഭാഗം എന്ന് നിന്റെ വരവ് ലോകാവസാനം അടയാളം. യേശു ആദ്യം പറഞ്ഞത് മോഡി സാറ് വരുമെന്നല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഴിഞ്ഞം ടെർമിനൽ വരുമെന്നല്ല. ബാക്കി മിണ്ടുന്നില്ല. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേക ക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ, കാന്തന്റെ വരവിന്റെ ചാലുകൾ നേരെ ലോസ് ആഞ്ചലസിലെത്തി തിരിച്ച് കിളിയൂരില്ല. ജോസേട്ടൻ വായിക്കാം. മത്തായി സുവിശേഷം 24, 32, 33, 34 വാക്യങ്ങൾ. കുഞ്ഞുങ്ങൾ വായിക്കുമ്പോൾ ബൈബിൾ കൂടെ വെക്കണം. നിങ്ങളും പഠിക്കാൻ വേണ്ടിയായി വാക്യങ്ങൾ കാണാതെ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്. വായിച്ചിട്ട് മക്കളെ മത്തായി 24, 32, 33, 34 വായിക്കാം. അത്തിയാകുന്ന ഇസ്രായേലിനെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദാണ്ട് ഒരു യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നുവെന്ന് കിളിയൂർക്കാർ അറിയുന്നില്ലയോ? അടുത്തത്, അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ, പത്രത്തിലും ടെലിവിഷനിലും ഇതൊക്കെയും കാണുമ്പോൾ, അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞ്. ഒരച്ഛ എന്താ കാർപ്പറ്റ് പാട്ട് സ്റ്റേജിലോട്ട് വരാൻ പോകുന്നു, അവൻ അടുക്ക വാതിൽക്കൽ. അടുത്തത്, ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മിക്കവാറും ഇവിടെ ഇരിക്കുന്നവരെല്ലാം പെട്ടി കയറാതെ ഏലിയാവ് പോയതുപോലെ പോകുമെന്നായി പറയുന്നു. സ്വോത്രം. മരണം കാണാതെ മനുഷ്യൻ എടുക്കപ്പെടും. അടുത്ത വാക്ക്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകയില്ല. മതി കുഞ്ഞ്. അവിടെ നിൽക്കട്ടെ. കർത്താവിന്റെ വരവിന്റെ 4 ചാലുകൾ ഇനി പതിയെ പോകത്തോള്. എന്നെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകും. 1 യഹൂദ ലക്ഷണം, 2 എതിർക്രിസ്തുവിന്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിന്റെ ലക്ഷണം, 4 ഏകലോക മതത്തിന്റെ ലക്ഷണം. ശ്രദ്ധയോടെ ഇരിക്കണം. 1 യഹൂദ ലക്ഷണം. തുടങ്ങിയത് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ അത്തിമരത്തേല. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ 3 മരങ്ങൾ ബൈബിൾ. അന്നേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നോട്ട്. അത്യവന്റെ രാഷ്ട്രീയം. ഹോശയ്യ 9:10 അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. ഇസ്രായേൽ. 2 മുന്തിരി. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. അതെ അവന്റെ ആത്മീയം. 3 അവന്റെ സൗന്ദര്യം. സങ്കീർത്തനം 128:1-2 യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്ത. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ. 3 വരം ഇസ്രായേൽ. പഠനത്തോടുകൂടി ഇരിക്കണം. നിങ്ങൾ നല്ലോണം ബൈബിൾ പഠിക്കണം. അതിനുവേണ്ടി വാക്കിംഗ് കണ്ണിങ് ആയി. അങ്ങനെ അത്തി തളിർത്തു കൊമ്പുള്ളതായി. 1948 മെയ് 14 ഇസ്രായേൽ സാന്ദ്രമായത്. 2028 ആകുമ്പോൾ അവന് 80 വയസ്സ് തികയും. ഇപ്പോൾ 2028
2025 കഴിഞ്ഞ 2021 ഒക്ടോബർ 7 മുതൽ അത്തിയുമായിട്ടുള്ള വിഷയത്തിൽ സകല ദിവസവും ആരുമായിട്ടവൻ പ്രശ്നം 7 രാഷ്ട്രങ്ങളുമായിട്ട് ഇസ്രായേൽ ആക്രമണം. 1 ഹമാസ്, 2 ലെബനോൻ, 3 സിറിയ, 4 യമൻ, 5 ഇറാൻ, 6 തുർക്കി, 7 അഫ്ഗാനിസ്ഥാൻ. ദാ കിടക്കുന്നു. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. വെള്ളരുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളു. ഈ രാറ്റുപേട്ട വണ്ടി വിട്ടിട്ടേ ഉള്ളു. സ്വോത്ര അന്ത്യകാലം മനസ്സിലാകുന്നവർക്കായി. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. അങ്ങനെ ഇതെല്ലാം ആര് കാണുന്നു? കിളിയൂരുകാർ കാണുമ്പോൾ ഒരച്ചായൻ വാതുക്കൽ, അതിന്റെ പേരാ ഏകലോക ഭരണം. എല്ലാം ലൈവായിട്ട് മകനിയെ മോനെ ക്ലിയർ ആയിട്ട് എടുക്കണം. പത്രവാർത്തയും കൂടെ. യോഗം കഴിഞ്ഞാൽ ഞാൻ പോകുന്നതിന് വിട്ട് വേണേൽ നോക്കണം. ഞാൻ പോയിട്ട് പിന്നെ നോക്കേണ്ട അളിയൻ്റെ പേരാരാന്ന് ചോദിക്കരുത്. സ്വോത്രം മനസ്സിലാകുന്നവർക്ക്. ഏതാണ്ട് ഒരു ദിവസം പത്രത്തിൽ വന്ന വാർത്ത, ഒരിടത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഒരിടത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം. അതിനിടയ്ക്ക് കത്തോലിക്ക സഭയുടെ പരമാധീശൻ എവിടെ ചെന്നിരിക്കുന്നു? ആ ഇന്തോനേഷ്യ മുസ്ലിം കൺട്രി ചെന്ന് നമുക്ക് ഒരുമിക്കാം, ഹല്ലേലൂയ. ബാക്കിയെല്ലാം കേട്ടാട്ട് ഇതിന്റെ പേര് ഏകലോക മതം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരുമോ? അതിനാസ്പദമായി ചില സംഭവങ്ങൾ നടക്കുന്നു. ബൈബിൾ കേട്ടാട്ട് 2023 ന്യൂഡൽഹിയിൽ നിർമ്മല സീതാരാമൻ G20 ഉച്ചകോടി. തമിഴ്നാട്ടുകാരി അരുമയാന മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകം ഒരുവൻ ഭരിച്ചാൽ കൊള്ളാമായിരുന്നു. വഴി തുറക്കുന്നു. സർവേക്കല്ലിട്ടത് പോലെ പൈപ്പിലന്. 2024 മോഡി സാർ അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പോയി. അവിടെ ചെന്നപ്പോൾ ചാനലുകാരെല്ലാം പറഞ്ഞു മോഡി സാറിനോട്, ഏക്ക് നായാ ബാത്ത് ബത്താനാ ചാഹിയേ മോഡിജി. മോഡിജി പറഞ്ഞു, ഭായിയോ ബഗനോ ദുനിയാ സുന്ന മങ്ത ഏക് ആദ്മി ഹുകൂമത്ത് മേ കുർസി മേ ബൈഠേഗ ശാന്തി സമാധാൻ മിലേഗ. ഒരുവൻ കസേര ഇരുന്ന ശാന്തി സമാധാനം കിട്ടുമെന്ന്. സ്വോത്രം. 2024 ബാക്കിയൂടെ കേട്ടാട്ട് എഴുന്നേറ്റ് പോകരുത്. എല്ലാം കേട്ടോ. 2024 മൂന്നാമത്തെ സംഭവം നടന്നു. അതിന്റെ പ്രത്യേകത, കഴിഞ്ഞ നവംബർ ദേവനേശം പാസി കൺവെൻഷൻ ഫ്ലക്സ് അടിക്കുമ്പോൾ ഒരു സംഭവം നടന്നു. റഷ്യയിൽ 3 പേർ ഒന്നിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ്. അവർ കരയാച്ചാനും തോമാച്ചാനും കരമുയർത്തിയിട്ട് പറഞ്ഞു, ലോകം ഒരുവന്റെ കയ്യിൽ. അവിടെ പറഞ്ഞ് എണ്ണ വില ഡോളറിൽ നിന്ന് മാറ്റണം. അതുകൊണ്ട് ട്രംപ് വന്നപ്പോൾ എല്ലാത്തിൻ്റെ കാലയും കയ്യും കൂട്ടി കെട്ടി എല്ലാത്തിനെയും വണ്ടി കയറ്റുന്ന മനസ്സിലാകുന്നവർക്കായി. ഇതിന്റെ പിൻപിൽ മോഡി സാർ ഞങ്ങളുടെ കണക്ക് ഒരു പ്രൈസലോട് ഉയർത്തി. സ്വോത്രം. അപ്പൊ ട്രംപ് പറഞ്ഞ് കളത്തിന് പുറത്ത്. അതുകൊണ്ട് ട്രംപിന് സത്യപ്രതിജ്ഞയ്ക്ക് മോഡി സാറിനെ വിളിക്കാഞ്ഞ്. പിന്നെ ജയശങ്കർ അവിടെ ചെന്ന് നമ്മുടെ തമിഴ് ഭാഷയിൽ പറഞ്ഞ അരുമയാണ് ടീ എല്ലാം കൊടുത്തത്. இந்த കൺവെൻഷൻ നാൾക്കളിൽ നമ്മ முதலமைச்சர் എங்கே இருக்குது? അമേരിക്കയിൽ ഇരിക്കുന്നത് മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ജയശങ്കർ പോയി ചായ എല്ലാം കൊടുത്തിട്ടാണ് മോഡി സാറിനെ ഇപ്പം അവിടെ ആക്കിയേക്കുന്ന. സ്വോത്രം. വരാൻ പോകുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണം. 3 നാലാമത്തെ സംഭവം എല്ലാവരും കേട്ടാട്ട്. കഴിഞ്ഞ ഡിസംബറിൽ വെള്ളറുടെ സ്റ്റാർ തൂക്കിയപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, ശിവഗിരി മഠാധിപതി, അത് കഴിഞ്ഞ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, അത് കഴിഞ്ഞ് കർണാടകയുടെ ടി.യു. ഖാദർ എല്ലാം പോപ്പിനെ കാണാൻ പോയി. ഇനി വരാൻ പോകുന്ന സംഭവം, ഞാനിവിടെ വെള്ളറുടെ വന്നില്ലെങ്കിലും ആലുവ ശിവഗിരി മഠത്തിനകത്ത് സർവമത പ്രാർത്ഥന കേന്ദ്രം വരാൻ പോകുന്നു. വത്തിക്കാന്റെ അതോറിറ്റിക്കകത്ത് ആലുവ ശിവഗിരി മഠാധിപതിയുടെ കോട്ടയ്ക്കകത്ത് വരാൻ പോകുന്നു സർവമത പ്രാർത്ഥനാ കേന്ദ്രം. ആ സമയത്ത് മർത്തോമാ സഭയിൽ 6 ബത്രാമാരും 6 കത്തോലിക്ക സഭ. ഒരു മതത്തെ ഞങ്ങൾ കുറ്റം പറയത്തില്ല. കത്തോലിക്ക സഭ അധ്യക്ഷൻ കാണാൻ പോയി. തിരിച്ചു വന്നപ്പോൾ അവരും പറഞ്ഞു, വേണമെങ്കിൽ മാതാവിന്റെ ഫോട്ടോ പള്ളി വെക്കാം. മനസ്സിലാകുന്നവർക്കായി. മർത്തോമ വെച്ച അവന്റെ കുഞ്ഞനിയന്മാരാ CSI ഇവാഞ്ചലിക്കൽ. കുഞ്ഞച്ഛനും തോമാച്ചാനും കറിയാച്ചനും അവൻ വെച്ച അവനും വെക്കും. സ്വോത്രം. കാലം തീരാറായി. സ്വോത്രം. അതുകൊണ്ടായി മർത്തോമാ സഭ കൺവെൻഷൻ ഇപ്പൊ കലകം. പണ്ട് പെന്തിക്കോസിലെ ഗ്രൂപ്പ് ഉള്ളായിരുന്നു, അവിടെയും ഗ്രൂപ്പായി വാസ്റ്റർ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ മാരാമൺ കൺവെൻഷൻ വിളിച്ചപ്പോൾ 6 പത്രം പറഞ്ഞു, പറ്റത്തില്ല. 6 പത്രം പറഞ്ഞു ഞങ്ങൾ വേണം. സതീശൻ ചേട്ടനോട് പറഞ്ഞു, ദയവിത് ക്ഷമിക്കണം, ആരാം കരവും. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. വത്തിക്കാനിൽ പോയതിന്റെ ബാക്കി അവിടെ നടക്കുന്ന മാരാമണലുമായി. മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി 2025 ഈ കൺവെൻഷനൊക്കെ പടം വെക്കുന്ന ഒരു സമയത്ത് ഒരു സംഭവം ഉണ്ടായി. മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നു. അതിരുകളില്ലാത്ത ലോകം. 110 രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിൽ കൂടി ഭരണാധികാരികൾ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർക്ക് ഒരു വാഗ്ദത്തം കൊടുത്ത ന്യൂ ഗിഫ്റ്റ് ഫോർ ജനറേഷൻ. ഒരു ഗവൺമെന്റ്, ഒരു പാസ്പോർട്ട്, ഒറ്റ യാത്ര, അതിരുകളില്ലാത്ത ലോകം. ലോകം ഒരുവന്റെ കയ്യിലേക്ക്. മലയാള മനോരമ. അങ്ങനെയെങ്കിൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. ഇനി ബൈബിളിലേക്ക് വരണം. ബൈബിളിനകത്ത് 10 യുഗങ്ങൾ. ഇന്ന് വായിച്ചത് യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണമാണ്. ക്രിസ്തുവിന്റെ 3 പ്രഭാഷണങ്ങൾ ബൈബിൾ. 1 മത്തായി 7:8. അതാണ് യേശു ക്രിസ്തുവിന്റെ കാലിക പ്രസക്തിയുള്ള വരുവാനിരിക്കുന്ന സംഭവങ്ങൾക്ക് മുമ്പായി ഒരു പ്രഭാഷണം, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണമാണ് മത്തായി
8 ഗിരിപ്രഭാഷം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന് നമ്മുടെ ആദർശിതരന ബാപ്പുജി സത്യാന്വേഷണ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് KPSCയുടെ നാടകം കണ്ടെന്നല്ല എഴുതിയിരിക്കുന്ന സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി യേശുദേവന്റെ മൊഴിമുത്തുകൾ വായിച്ചതിന് ശേഷമായി എന്നിൽ അഹിംസയുടെ വചനം ഇറങ്ങിയത്. മനസ്സിലാകുന്നവർക്കായി. പെന്തിക്കോസുകാർക്ക് സന്തോഷമില്ലല്ലോ മഹാത്മാഗാന്ധി ബൈബിൾ വായിച്ചെന്ന് നമ്മുടെ ഷോക്കേസിൽ ഇരിക്കുക ഏലിയാവിൻ്റെ പുതപ്പ് പോലെ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. രണ്ടാമത്തെ പ്രഭാഷണമോ ഒലിവുമല പ്രഭാഷണം. ഇന്ന് രാത്രി വരാൻ പോകുന്ന കാലം എസ്കറ്റോളജി. മൂന്നാമതൊരു പ്രഭാഷണം കൂടെ യേശു ക്രിസ്തുവിൻ്റെ. അതാ മാളികമുറി പ്രഭാഷണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പേ. 3 പ്രഭാഷങ്ങൾ, അരുമയാണ് 3 ചെയ്തികൾ ഇതിനകത്തിരിക്കുന്നത്. 1 ഗിരിപ്രഭാഷണം, 2 ഒലിവുമല പ്രഭാഷണം, 3 വരാൻ പോകുന്ന മാളികമുറി പ്രഭാഷണം. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിനകത്ത് 10 യുഗങ്ങളുണ്ട്. ഇനി വചന പഠനത്തിലേക്ക്. 1-ാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം, 2-ാം യുഗം നിൽക്കൽമക്ഷ യുഗം, 3-ാം യുഗം മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വേടയിൽ പാടുന്ന അരുമയാണ് ബാലിബ കൊളിവിനാർ എന്ന നാൾക്കല്ലെ പാടലേക്ക് കൊടുക്കുന്നത്. കൃപായുഗം തീരാറായി, കാന്തൻ വരവാറായി, രക്ഷയുടെ ടിക്കറ്റ് സൗജന്യം, ബോട്ട് അടയാറായി, വാതിലുകൾ മൂടപ്പെടാറായി. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ 3 കാര്യം നടക്കും. 1 ദൈവസഭ എവിടെ എടുക്കപ്പെടും? നിത്യതയുടെ കവാടത്തിൽ. IPC ആണോ, ചർച്ചകൂടാന്നോ, ഷാരോനാന്നോ, AG ആണോ, അല്ല JS ആണോ, CSI ആണോ? ഇതൊന്നുമല്ല ദൈവസഭ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. ആ സഭയെ ചേർക്കാൻ കാന്തൻ വരുന്നത്. അതിനുശേഷം ഒരു സംഭവം നടക്കും. 3-ാം ലോകമഹായുദ്ധം. അതാ എസെക്കിയേൽ 39:1-2 ബൈബിൾ കൂടെ. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. ഗോഗാര നോഗയുടെ 3 തലമുറ. ഷേം, ഹാം, യാഫെത്ത്. യാഫെത്തിന്റെ തലമുറകൾ ഉൽപ്പത്തി 10. മാഗോഗ്, താതായി, യൂബാൽ. മാഗോഗ് ഇന്ന് ഡിവൈഡ് ചെയ്ത് ഒരു രാജ്യമാകും. ഇന്നത്തെ ഗോഗ് റഷ്യ, റോസ് റഷ്യ, ട്രൂബൽ, ടുബാസ്കോ, മോസ്കോ എന്നിവയുടെ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായി. കഴിഞ്ഞ 3 വർഷമായി പുട്ടിന് ലോകരാജ്യങ്ങൾ വിരോധം. വീട്ടിൽ നിന്ന് ഇറങ്ങിയ തട്ടിക്കളയും സ്വോത്രം. അങ്ങനെ ഞാൻ നിനക്ക് വിരോധം. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തും. 6 രാജ്യങ്ങളിൽ കൂടി കടത്തു. അതാ താജിക്കിസ്ഥാൻ, 2 കിർഗിസ്ഥാൻ, 3 കസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, 5, 6 ഉക്രൈൻ. 6ാമത് രാജ്യത്തിൽ കൂടെ നിന്നെ കടത്തി ഗോലാൻ കുന്നുകൾ വഴി ഇസ്രായേലിന്റെ പർവ്വതനിരകളിൽ കൊണ്ടുവരും. അതാ 3-ാം ലോകമഹായുദ്ധം. അതുകൊണ്ട് യേശു പറഞ്ഞു, യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് കള്ളിമോട് കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെല്ലാം കണ്ട തലമുറയോടാ ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നു. ലോകം ഒരുവന്റെ കയ്യിലേക്ക് ഭരണം വരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ വെളിപ്പാട് 13:1-2 അപ്പോൾ 10 കൊമ്പും. ലോകമഹായുദ്ധം കഴിഞ്ഞാൽ യൂറോപ്പ് പിടിയിൽ വരും. 7 തല. ക്യാപിറ്റോളിൻ, പാലിറ്റേലിൻ, അമൻഡേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുൽ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്റെ കൈ ഇതിനകത്ത് വരുന്നു. 10 രാജമുടി, ദൂഷണനാമം, എതിർക്രിസ്തു, തുമ്പുകെട്ടയുടെ നാശയോഗ്യ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം, ഒരുവൻ ഭരണത്തിൽ. അവനെവിടെ? ഗ്രീസ്. അതാ പഴയ അലക്സാണ്ടർ. അവന്റെ കാൽ കരടിയുടെ കാൽ, ഇന്നത്തെ മേദ്യ പാർശ്യ ഇറാൻ. അവന്റെ വായ് സിംഹമുഖം, ഇന്നത്തെ IS-ന്റെ ഇറാഖ്. അതിന് മഹാശക്തി, മഹാസർപ്പ, വലിയ ശക്തിയും അധികാരവും കൊടുക്കോ. അതിന്റെ പേര് ന്യൂ വേൾഡ് ഓർഡർ. ലൈവ് കൊടുത്താട്ട് ഏക ലോക ഭരണം വാതിൽക്കലെത്തി. ഒരുവന്റെ കയ്യിലേക്ക് ലോകം. അങ്ങനെയെങ്കിൽ ഈ ഭരണം വരുമ്പോൾ യുഗങ്ങൾ വീണ്ടും 4 ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും. ബൈബിൾ സ്റ്റഡിയുടെ അടുത്ത ഭാഗം. പഴയ നിയമത്തിൽ 17 പ്രവചനങ്ങൾ, പുതിയ നിയമത്തിൽ ഒരു രാഷ്ട്രീയ പ്രവചനം, വെളിപ്പാട്. പഴയ നിയമത്തിലെ 27ാമത്തെ പ്രവചനമാ ദാനിയേൽ പ്രവചനം, ദാനിയേൽ ബാബേൽ പ്രവാസം. അതുപോലെ പുതിയ നിയമത്തിൽ 27 യോഹന്നാൻ കിടക്കുന്ന പത്മോസിന്റെ ഏകാന്തതയിൽ. ദാനിയേൽ വരാനിരിക്കുന്ന കാലഘട്ടത്തെ പറ്റി പറയുന്നു. ഒരുവന്റെ കയ്യിലേക്ക് ഭരണം. വായിക്കുന്നു. ബൈബിൾ എല്ലാവർക്കും തുറക്കാം. ദാനിയേൽ 8, 23, 24, 25. ദാനിയേൽ ദീർഘദർശൻ കടിത അധികാര വസന 8 അധികാരത്തിന്റെ 23, 24, 25. വായിച്ചാട്ടെ. തമിഴും കേട്ടാൽ അവരുടെ രാജ്യത്തിന്റെ ഇന്നത്തെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും. ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം വരാൻ പോകുന്ന അമ്മ ഇതാ ഏറ്റവും വലിയ സംഭവം ലോകം കാണുന്നു. അടുത്തത് അവന്റെ അധികാരം വലുതായിരിക്കും. അവൻ ഉലകത്തെ മുഴുവൻ ഭരിക്കും. അതാ ഇന്റർനെറ്റിന്റെ കൺസർവേറ്റീവ് ലോകം മുഴുവൻ 5Gയും 6Gയും എല്ലാം വരുന്നു. അടുത്തത് സ്വന്തം ശക്തിയാൽ അല്ലതാനും പിശാച് അവൻ അധികാരം കൊടുക്കുന്നു. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവൻ അതിശയമാകുമെന്ന നാശം പ്രവർത്തിക്കുകയും അതിശയകരമാമെന്ന നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത്
അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധതയും നശിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ ജനത്തെ നശിപ്പിക്കുന്ന ഒരു ഭരണാധികാരി. എത്ര ക്ലിയർ ആയിട്ട് വായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെയെങ്കിൽ പോകാൻ പോകുന്നു ലോസ് ആഞ്ചലസിലേക്ക്. ഇനി എല്ലാ കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. 4 വാക്യം കഴിയുമ്പോൾ 1-ാമത്തെ ഇടവേളയിലേക്ക്. ഇന്ന് രാത്രി എന്താ ദൈവം വെച്ച നിയമം? എല്ലാവരും കേട്ടാട്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹം മാറിയപ്പോൾ സഖാവ് പിണറായി വന്ന് DGPയെ മാറ്റി, പോലീസ് മേധാവികളെ മാറ്റി, ഹൈക്കോടതിയിലെ പ്ലീഡർമാരെ മുഴുവൻ മാറ്റി. നമ്പർ 1 ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹം പോയതിനു ശേഷമാ മോഡി സാർ വരുന്നത്. ആരെ മാറ്റി? ഗവർണർമാരെ മുഴുവൻ, വ്യോമസേന, നാവികസേന, കരസേന മേധാവികളെ മുഴുവൻ മാറ്റി. അതിന്റെ പ്രത്യേകതയാണ് ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ. ഒരുവന്റെ കയ്യിൽ ഭരണം വന്നാൽ അവൻ നിയമത്തെ കയ്യിലെടുക്കുക. ബാക്കി ഭാഗങ്ങൾ ശ്രദ്ധയോടെ. എന്താ നിയമം? ബൈബിളിലേക്ക്. ഇനി ചെറിയ ചിന്തയിലേക്ക്. പഴയ നിയമത്തിന്റെ ആദ്യത്തെ പുസ്തകം മോശയാൽ ഉൽപ്പത്തി 1 ആദിയിൽ ദൈവം ആകാശം ഭൂമി പാടും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതിന്റെ പേര് 1-ാമത്തെ ലോക, യൂണിവേഴ്സ് വിത്ത് കാസ്മോസ്. അത് നോഹയുടെ കാലത്ത് പോയി. നാളെ പകലൊക്കെ അത് പ്രസംഗിക്കും. 2-ാമത്തെ സംഭവം ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ഇതാ 1-ാമത്തെ നിയമം വയലേറ്റ് ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധിച്ചാട്ട്. എവിടെ മനുഷ്യനെ ഉണ്ടാക്കി പറഞ്ഞു തരാം. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇന്ന് ശാന്തമായി ഒഴുകുന്ന ഒരു നദിയുണ്ട്, ഇറാഖിന്റെ മറുകര ഒരു സ്ഥലമുണ്ട്, ആ യൂഫ്രട്ടീസിന്റെ അക്കരെ. അതിന്റെ പേര് എത്യോപ്യ. അവിടുന്ന് 6 ഘടകം ദൈവം എടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. മണ്ണീന്നല്ല മനുഷ്യനെ മെനഞ്ഞത്. തേക്കപാറയിലെ പാറയെന്ന് മനുഷ്യനെ മെനഞ്ഞ രൂപമില്ല, ഗുണമില്ല. 97 മൂലകം. മണ്ണ് ഫിൽട്രേറ്റ് ചെയ്ത ഒരു സാധനം കിട്ടും. അതിന്റെ പേരാ പൊടി. പഠിക്കുന്ന മക്കൾ എഴുതിയാട്ടെ. 17 മൂലകം. 17 എലമെന്റ്സ് കണ്ടെയ്ൻ ദ ഡസ്റ്റ്. സോയിലിനകത്ത് 97 നിങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള പ്രസംഗം. അങ്ങനെയെങ്കിൽ എന്താ അതിന്റെ പ്രത്യേകത? മനുഷ്യനെ മണ്ണിൽ നിന്നാന്നോ പൊടിയിൽ നിന്നാന്നോ? പെന്തിക്കോസ്തുകാരെല്ലാം കേട്ടാട്ടെ ബൈബിൾ കൂടെ. ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും നിത്യലജ്ജയ്ക്കായും. പിന്നെ സങ്കീർത്തനം 90. എല്ലാവരും ഒന്ന് കേട്ടാട്ട്. അഹരോന്റെ മരണം കാണുമ്പോൾ മോശ വേദനയോടെ എഴുന്നു. നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളപ്പാട് തരുന്ന ദൈവം. അടുത്തത് മർത്യനെ മണ്ണിലേക്കല്ല പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. അതിന്റെ താഴെ കൊണപ്പെടാത്തൊരു വാക്യമുണ്ട്. ഒരു പാസ്റ്റർമാരും അച്ഛന്മാരും വായിക്കത്തില്ല. ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറെയായാൽ 80 മിണ്ടുന്നില്ലല്ലോ. ആ സമയത്ത് ഞങ്ങൾ ഭാര്യമാരെ ബൈബിള് കൊടുക്കും. സന്തോഷമില്ലല്ലോ. പോന്നെ അവള് പോട്ട് ഞാൻ വേറെ കെട്ടിക്കോളാം. മനസ്സിലാകുന്നവർക്കായി ഒരച്ഛനും ഒരു പാസ്റ്ററും വായിക്കാത്ത കാര്യം, കറക്റ്റായ കാര്യം. ഞങ്ങളുടെ ആയുഷ്കാലം 70 80. സ്വത്രം. ആയുസിന്റെ ടോർപ്പിഡോ. എവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു? സൃഷ്ടാവായ ദൈവം. ഇതാ ബൈബിൾ ഇക്വലേറ്റഡ് ടു സയൻസ്. കേട്ടോണ്. സാദൃശ്യത്തിൽ, സ്വരൂപത്തിലും, തേജസ്സിലും, ബഹുമാനത്തിലും, അധികാരത്തിലും, ജീവശാസ്ത്രത്തിലും സ്വർഗം താഴേക്ക് കുനിഞ്ഞു. ആദമന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ ബ്ലഡ് ചലിക്കാൻ തുടങ്ങി, ഹൃദയത്തിന്റെ അറ ചലിക്കാൻ തുടങ്ങി, ശ്വാസകോശം ചലിക്കാൻ തുടങ്ങി, കാലിലെ വിരൽ അനങ്ങാൻ തുടങ്ങി, തലയിലെ മുടി ചലിക്കാൻ തുടങ്ങി, കണ്ണിന്റെ ഇമ വെട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദൈവത്തെ ചോട്ടാ ദൈവം എന്ന്, കോച്ച് ദൈവം എന്നല്ല വിളിക്കുന്നത്. ആ ദൈവത്തെ ഞങ്ങൾ വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? മഹാദൈവം. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടാണ് ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറിയാൽ കരുത്തുറ്റവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. സ്വത്രം. കാരക്കോണത്തുകാരൻ്റെ വെന്റിലേറ്റർ അല്ല മനുഷ്യനെ എഴുന്നേൽപ്പിച്ച്, യെസൂറ്റിയുടെ ഓക്സിജൻ സിലിണ്ടർ അല്ല എഴുന്നേൽപ്പിച്ച്, എൻ്റെ ദൈവത്തിൻ്റെ മൂക്കിലെ ശ്വാസം മനുഷ്യനെ ചലിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി പറയണ അവനാൽ അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. ചലിപ്പിക്കാത്തതിനെ ചലിപ്പിക്കുക, ഇല്ലായ്മ സകലത്തെ ഉളവാക്കുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ലോസ് ആഞ്ചലസിലേക്ക് പോവാ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പൊ ആദമിന് ഗാഠനിദ്ര വരുത്തി. അതിന്റെ പേരാ പിന്നത്തത് അനസ്തേഷ്യ. കേട്ടറ്റ്, ടീറ്ററ്റ്, നീറ്റ് എഴുതുന്ന കുഞ്ഞുങ്ങളെല്ലാം എഴുതിക്കൂ. അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ പേരാ ഡോക്ടർ ജെയിംസ് വിൽസൺ. ബൈബിൾ വായിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് പിടികിട്ടിയ മനുഷ്യന് ഗാഠനിദ്ര. ആദ്യം കണ്ടുപിടിച്ച ക്ലോറോഫോം, അവന്റെ മൂത്ത ഏട്ടന്റെ പേര് അനസ്തേഷ്യ. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അങ്ങനെയെങ്കിൽ അവനാ കണ്ടുപിടിച്ച ഡോക്ടർ ജെയിംസ് വിൽസൺ ആ നോബൽ സമ്മാനം കിട്ടി. കാലി തളർന്നുപോയി. പത്രക്കാരെല്ലാം എന്താണ്ട് മകനിയം വരുന്ന പോലെ വന്നു. അപ്പോൾ ഡോക്ടർ, നിങ്ങൾക്ക് നോബൽ സമ്മാനം കിട്ടി, സന്തോഷമില്ല? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോബൽ സമ്മാനത്തിലല്ല എൻ്റെ സന്തോഷം, എൻ്റെ യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു, അതാ എൻ്റെ സന്തോഷം. മനസ്സിലാകുന്നവർക്കായി സ്വത്രം.
ആദ്യത്തെ കുടുംബത്തെ കല്യാണം നടന്നത് എത്യോപ്യയിലല്ല. ആദ്യത്തെ കുടുംബത്തെ എവിടെ കൊണ്ടുവന്നു? ഏദനകത്ത് കൊണ്ടുവന്നു. അവിടെ വെച്ചാൽ സർവശക്തൻ. അതുകൊണ്ട് ഇവിടെ കത്തോലിക്ക പള്ളി, അതുപോലെ CSI പള്ളിയിലും പാടുന്നുണ്ട്, മലങ്കരയിലും ഒക്കെ പാടുന്ന ഒരു പാട്ടുണ്ട്. ചെറുക്കനെയും പെണ്ണിനെയും ആൾത്താരുടെ മുമ്പ് ഏർത്തിട്ട് കൊയറല്ലേ പാടുന്ന അച്ഛനും കൂടെ വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്ത് വൈദിക ശമ്മാശന്മാർ അനുഗ്രഹിച്ചു. അപ്പൊ നമ്മൾ ചിക്കൻ കാലിനെ തിരക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം ഇവിടെ മനസ്സിലാക്കുന്നവർക്കായി അതൊരു നല്ല പാട്ട്. ഇവിടെ സീനിയർ പാസ്റ്റർമാർ എത്രയോ പേര് കർത്താവിൻ്റെ ദാസന്മാരിക്കുന്നു. കല്യാണം നടത്തുന്നു. പെങ്കൊച്ചും ചെറുക്കനും മേടെ കയറി വന്ന ഉടനെ കൈവെക്കത്തില്ല. 2 ഭജന ശുശ്രൂഷ കാര്യങ്ങളെല്ലാം പറയും. എന്നിട്ട് ചെറുക്കൻ്റെ പെങ്ങിൻ്റെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ദൈവദാസൻ ഒരു കരം ഉയർത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതൻ്റെ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദം ഹൗവ ദമ്പതികളെ സംയോജിച്ച് ആദ്യത്തെ കുടുംബജീവിതത്തിന് അടിസ്ഥാനമിട്ട സർവശക്തന്റെ കരത്താൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക്. അപ്പൊ ആദ്യത്തെ കല്യാണം നടത്തിയത് ആരാ? അമ്മമ്മ ലോസ് ആഞ്ചലസിൽ പാന. ആദ്യത്തെ കല്യാണം നടത്തിയത് കാട്ടാക്കട സബ് രജിസ്ട്രാർ അല്ല. സ്വോത്ര. അത് കഴിഞ്ഞ് നെയ്യാറ്റിങ്കര മുൻസിഫ് കോടതിയല്ല. ഇന്ന് ആര് കല്യാണം നടത്തുന്ന? അമേരിക്കയിൽ പോവാ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദാണ്ട് വിവാഹമോ ഞങ്ങളിൽ അമേരിക്കക്കാർ. മോൻ ക്ലിയർ ആയിട്ട് കൊടുത്താട്ട് അമേരിക്ക കല്യാണമില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. തീക്കാറ്റ് ചെമ്പൂരും അടിക്കാൻ പോകും. അതുകൊണ്ടായി പ്രശ്നം. ദാവരിതോ ഒന്നിച്ച് താമസിക്കുവാൻ മലയാളി പെൺകുട്ടികൾ, 2 പെൺകുട്ടികൾ വടക്കൻ പരവുകാർ എവിടെ താമസിക്കുന്നു? അമ്മമ്മ ഇതെല്ലാം കണ്ടാട്ട് ബാംഗ്ലൂരിൽ താമസിക്കുന്നു. കഴിഞ്ഞ ദിവസം കേരള പോലീസിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, അല്ലേ തന്നെ എനിക്ക് സ്റ്റാൻഡേർഡ് കുറവ്, അതുകൊണ്ട് ഇച്ചിരി അടിച്ചാലും കുഴപ്പമില്ല. സ്വോത്രം. നെയ്യാറ്റിങ്കരക്കാരി 48കാരി ഒരു അമ്മാമ, ഫേസ്ബുക്കിലൂടെ കുണ്ട്രക്കാരി 28കാരിയെ പരിചയപ്പെട്ട് കൃഷ്ണപ്രസാദ് സാറ് ഇപ്പൊ കൊല്ലം കോടതി കൊടുത്തേക്കുന്ന ഈ പെണ്ണിനെ എനിക്ക് സഖിയായി വേണം. തീർക്കാൻ പോവുക കർത്താവ്. സ്വോത്രം. തീ ചെമ്പൂരു ഇറങ്ങാൻ പോവുക. സ്വോത്രം. അതാ കേരള പോലീസ് ഞെട്ടിയിരിക്കുന്നു. അതാണ്ട് അതിന്റെ മലയാള കുഞ്ഞമ്മ ശോശാമയെ കല്യാണം കഴിക്കുന്നു. സ്വോത്രം. അതിന് വിളിക്കുന്ന ഇംഗ്ലീഷ് പേര് ആ ഗെയ് മാരി, ആ ലെസ്ബിയൻ. ദാണ്ട് കത്തോലിക്ക സഭ രേഖയില്ലാതെ ഞാൻ പ്രസംഗിക്കത്തില്ല. മക്കൾ ലൈവ് ക്ലിയർ ആയിട്ടാണ്. കത്തോലിക്ക സഭ 2 അച്ചായന്മാർ കല്യാണം നടത്തി, ചാക്കോച്ചായനും തോമാച്ചായനും. ഇതിന്റെ പേര് ഗേ മാരേജ്. ഇതാ കിടക്കുന്നു. സ്വോത്രം. അമേരിക്കയിലെ തീയിലോട്ട് പോകാൻ പോകും അടുത്തത്. കണ്ടില്ലേ? സ്വവർഗ വിവാഹം ഫ്രാൻസിൽ അംഗീകാരം. മനസ്സിലാകുന്നവർക്കായി കണ്ടില്ലേ? സ്വവർഗ വിവാഹം ദൈവം വെച്ച കാർമിക നിയമത്തെ മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. അതാ വരാൻ പോകുന്നത്. പരിസമാപ്തി. നമുക്ക് കിളിയൂരിലോട്ട് വരാം. സ്വവർഗ വിവാഹത്തിന് US പച്ചക്കൊടി. 51 സ്റ്റേറ്റുകളിൽ US സ്വവർഗ വിവാഹം ദൈവം വെച്ച നിയമം മാറ്റി. ബാക്കിയൂടെ കണ്ടാട്ട് നിങ്ങളുടെ മക്കൾ ആസ്ട്രേലിയയിൽ പോയി, അവിടെ സ്വവർഗ വിവാഹം. അന്ത്യകാലമായി ദൈവം വെച്ച നിയമം. ദാണ്ട് പെൺകുട്ടി 18, ചെറുപ്പക്കാരൻ 21. 2 പേർക്ക് സുന്ദരമായിട്ട് കല്യാണം കഴിക്കാം. അപ്പൻ വേണ്ട, അമ്മ വേണ്ട, ആചാരി വേണ്ട, പൂജാരി വേണ്ട, പാസ്റ്റർ വേണ്ട. പറയാ നമ്മുടെ ഇവിടെ കിളിയൂരിൽ നിന്നൊരു പെങ്കൊച്ച്, അവള് സെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. 19 വയസ്സ് BEക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പയ്യൻ തക്കല PG ചെയ്യുന്നു. സന്തോഷമില്ലല്ലോ? ഇവർ ഒരു വണ്ടിയിലാണ് കളിക്കാവളെന്ന് പോകുന്ന. സ്വോത്രം. അങ്ങനെ 2 പേരോട് ഇഷ്ടപ്പെട്ടു. തമിഴ്നാട്ടിൽ കുഴിത്തറ എന്നൊക്കെ കോടതി കൊടുത്ത് കല്യാണം നടത്തി. ഇപ്പൊ കേരളത്തിലോട്ടില്ല. കളിക്കാവള മാർത്താണ്ഡറോട് ഒരു വാടക വീടെടുത്ത് താമസിക്കുന്നു. വെള്ളറട CI ആയിട്ട് അച്ചായൻ ഇവിടുന്ന് പോയി ചായം കുടിച്ച് അവിടെ ചെന്നപ്പോൾ പെണ്ണും ചെറുക്കനും ഒരു വീട്ടിൽ അപ്പ അമ്മ വന്നിരുന്നപ്പോൾ ഒരു പേപ്പർ കോടതിയുടെ ലിവിങ് ടുഗദർ TS ആപ്പിടുങ്ക. സ്വോത്രം. CI അവിടെ നിന്ന് TS ആപ്പിട്ട് കർ വാപ്പസി. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ദാ കിടക്കുന്ന ക്ലിയർ ആയോ? ദാ കിടക്കുന്ന പ്രാർത്ഥിച്ചോ അമ്മമ്മ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ യെരൂശലേം പുത്രിമാര്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവേ. വരാൻ പോവാ ഞാൻ കിളിയൂരിലേക്ക്. ബാക്കി പറയുമ്പോൾ ഇവിടെ കരയരുത്. എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. അതാ ലിവിങ് ടുഗദർ. ഈശാന് സൂര്യൻ ട്രാൻസ്ജെൻഡേഴ്സ് മാരേജ്. അടുത്തതൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കരയരുത്. കോടതി മുറിയിലെ സ്വവർഗ ദമ്പതികൾ എല്ലാ ദൈവദാസന്മാരും കണ്ടാട്ട്. സുപ്രീം കോടതി 2 ചേച്ചിമാര് സ്വവർഗ വിഭാഗക്കാരികൾ താ കിടക്കുന്നു സുപ്രീം കോടതിയിൽ. തീർന്നില്ല. ബാക്കിയൂടെ കേട്ടാട്ട് പെന്തിക്കോസാർ. കഴിഞ്ഞ ദിവസം 3 പെൺപിള്ളേർ സുപ്രീം കോടതി പോയി സ്വവർഗ വിഭാഗം വേണം. അവർ ക്രിസ്ത്യാനിയുടെ ചരിത്രം കൊടുത്തു. ഗ്രീസ്, അത് ഓർത്തഡോക്സ് സഭയായിട്ട് ബന്ധപ്പെട്ട സ്ഥലം, അവിടെ സ്വവർഗ വിഭാഗമുണ്ട്. ഇന്ത്യയിലും വേണമെന്ന്. അപ്പം നല്ലൊരു ജഡ്ജി TY ചന്ദ്രചൂഡ്, നല്ല മനുഷ്യരാണ്. ഇതെല്ലാം വായിച്ചിട്ട് പുള്ളി വിചാരിച്ച് ഇന്ത്യ നല്ല രാജ്യമല്ലോ. എഴുതാൻ തുടങ്ങി. അപ്പോൾ BJPയുടെ അറ്റോർണി ജനറൽ ഒരു കാര്യം ചെയ്ത്, ഞങ്ങൾ ഈ സ്റ്റേജ് പ്രസംഗിക്കുമ്പോൾ സെൻട്രൽ പാസ്റ്റ് പുറയിട്ട് വലിക്കുന്ന പോലെ ഒറ്റപ്പിടി. മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. ഇത്രയൊക്കെ മതി. സ്വോത്രം. എന്താ പറഞ്ഞെന്നറിയോ? ശമ്പളം തരുന്നത് ഞങ്ങളാ, ഈ പെൺപിള്ളാരല്ല. സ്വോത്രം. BJPയുടെ അറ്റോർണി ജനറൽ പറഞ്ഞ എന്താണെന്നറിയോ? ശമ്പളം തരുന്നത് ഇത് ഇന്ത്യ, ഇവിടെ ഒരു വിഭാഗമുള്ള ആർഷഭാരതം പാർട്ടി ഏതോ ആയിക്കോട്ടെ. പുള്ളി TY ചന്ദ്രചൂഡ് ജസ്റ്റിസിനോട് പറഞ്ഞ അറ്റോർണി ജനറൽ, ഇവിടെ ഒരു വിഭാഗം ആർഷഭാരതം, സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ. നിർത്താൻ പറഞ്ഞു. സ്വോത്രം. ഒരു ഞാഞ്ഞൂല് പെങ്കൊച്ച്, ആ പെങ്കൊച്ചുങ്ങൾ കേട്ടാലും കുഴപ്പമില്ല. സ്വോത്രം. ഒരു ഞാഞ്ഞൂല് പെങ്കൊച്ച് ഏഷ്യാനെറ്റ് പിന്നെ അഭിമുഖത്തിന് വന്നിട്ട് വിനു V. ജോണിൻ്റെ അടുത്ത് പറയും, പിന്നെ ഞങ്ങൾ അപ്പീലിൽ പോകുന്നു. മാമോദീസ വെള്ളം വേണ്ട ക്രിസ്ത്യാനി.
കർത്താവ് വടിയെടുക്കാറായി അമ്മാമ്മ. സ്വോത്രം പ്രാർത്ഥിച്ചു. എല്ലാത്തിനെയും തീർക്കാൻ പോകും. അന്ത്യകാലമായി ദാണ്ട് കോടതി മുറിയിൽ. അത് കഴിഞ്ഞിട്ട് ദാണ്ട് ഇന്നത്തെ ഒറ്റശേഖരം പഞ്ചായത്തിൽ ചെന്ന് സെക്രട്ടറിയോട് പറഞ്ഞാൽ മതി, ഓൺലൈൻ കല്യാണം. ചെറുക്കനും പെണ്ണ് എവിടെ ഇരുന്നാലും മതി, ലാപ്ടോപ്പ് വഴി ഞെക്കിയാൽ മതി. മന്ത്രകോടി പോത്തീസ് ചിക്കൻകാല് ശീല കല്യാണ മണ്ഡപം. സ്വോത്രം ദാണ്ട് എൻ്റെ പുറകെ പഠിച്ച് MP രാജേഷ് കൊണ്ടുവന്ന പരിപാടിയാ ഓൺലൈൻ മാരേജ്. കല്യാണം ഉണ്ടോ? ദൈവം വെച്ച നിയമം മാറിയില്ലേ? ബൈബിളിനകത്തുണ്ടോ? ബാക്കിയൂടെ കേട്ടാട്ട് അമേരിക്കയിലേക്കാണ് പോകാൻ പോകുന്നത്. അമേരിക്കയിൽ ബിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്തായി സ്വർഗ വിഭാഗം കൊണ്ടുവന്നത്. ദൈവദാസന്മാരെല്ലാം പറയും, സാറ് നോട്ട് മാത്രം നോക്ക്, വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. ഡോളറിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഇദ്ദേഹം മാറിയില്ല. അന്ന് തൊട്ട അമേരിക്ക കാറ്റടിച്ചത് കുഞ്ഞമ്മ, മറിയാമ്മ, ചിന്നമ്മ, റീത്ത, കത്രീന, വിൽമ, കറിയാച്ചാൻ, തോമാച്ചൻ, ലോറൻസ്. ബാക്കിയൂടെ കേട്ടോ. തിരുവനന്തപുരത്ത് ശംഖുമുഖം എയർപോർട്ട്, അവിടുന്ന് ഒരു വിമാനം പറക്കുന്നത്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അമേരിക്കയുടെ ബഹിരാകാശ സംഘടനയുടെ പേര് നാസ, നാഷണൽ എയറോനോട്ടിക്കൽ സയന്റിഫിക് അഡ്മിനിസ്ട്രേഷൻ. അവന്റെ സാറ്റലൈറ്റ് ആകാശത്തിൽ കിടപ്പുണ്ട്, വിമാനത്തെ കാണത്തില്ല. അതിനെ കാണുന്ന പേരാ ബട്ടർഫ്ലൈ എഫക്ട്. ഒരു വിമാനം പകർക്കുമ്പോൾ ബട്ടർഫ്ലൈയെ കാണുന്ന പോലെ അവന്റെ സാറ്റലൈറ്റ് കാണാം. പക്ഷെ ദൈവത്തോട് മറുതലിച്ചപ്പോൾ അമേരിക്ക കാറ്റടിക്കുന്നത് ഒരു കമ്പ്യൂട്ടറും കണ്ടില്ലെങ്കിൽ ഇന്ന് രാത്രി കള്ളിമൂടി പറയണം, യഹോവയെ മറക്കുന്നവരെ ഈ ദോർത്തുകൊള്ളുവേൻ. കരമുയരുന്നില്ലല്ലോ, നിന്നെ വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല, അവൻ നിന്നെ കീറിക്കളയും. സ്വോത്രം. ബാക്കിയൂടെ കേട്ടോ. ലൈവ് ക്ലിയർ ആയിരിക്കണം. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ 75 ലക്ഷം കുഞ്ഞുങ്ങളെ അമേരിക്കയിൽ കൊന്ന അബോർഷൻ. പെൺപിള്ളേർ ചെയ്യുന്ന അമ്മമാർ കേട്ടാട്ടെ, നിങ്ങൾക്ക് വേണ്ടിയ പ്രസംഗം. 7 മാസമുള്ള കുഞ്ഞിനെ വേണ്ടെങ്കിൽ വയറ്റ് വെച്ച് ഇങ്ങനെ അങ്ങ് ഞെക്കിക്കൊല്ലും. ആശുപത്രി ചെന്നിട്ട് പറയും വയറുവേദന, കുഞ്ഞ് ചത്തുപോയി. കേസില്ല. അങ്ങനെ 75 ലക്ഷം കുഞ്ഞുങ്ങളെ അമേരിക്ക കൊന്നത്. മലയാളികൾ പെന്തിക്കോസുകാരും കേട്ടാട്ടെ. ഇന്ന് കാനഡയുടെ ഓരോ പട്ടണങ്ങൾ, ആൽബർട്ട, വാൻകൂവർ, ടൊറന്റോ, അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഓരോ നയാഗ്ര ഫാൾസ്, മലയാളി പെൺപിള്ളേർ ലൈവ് കേട്ടാട്ടെ. അപ്പന്മാരും അമ്മമാരും കേട്ടാട്ടെ. ലജ്ജയോടെ ഞാൻ പറയുക, പെൺപിള്ളേർ ഗർഭവതിയാകുമ്പോൾ കാനഡയിൽ അബോർഷൻ ഇല്ല. കളിക്കാവിളെ നിന്ന് കുഴിത്തറ ചാടുന്ന റോഡ് വഴി പോയി മലയാളി പെൺകുട്ടികൾ കാനഡ വരെ അബോർഷൻ നടത്തുന്നു. എത്ര മ്ലേച്ഛമായ കാലം. അന്നത്തെ കാലത്ത് ബിൽ ക്ലിന്റൺ ഈ അബോർഷന്റെ ലൈസൻസ് കൊണ്ടുവന്നപ്പോൾ ഞാൻ കത്തോലിക്ക സഭയെ ബഹുമാനിക്കുന്നു. ആ പോപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ മക്കളെ യഹോവ തരുന്ന ദാനം, ഉദരഫലം യഹോവയുടെ പ്രതിഫലം. കത്തോലിക്ക സഭ പരമാധ്യക്ഷ മാർപ്പാപ്പ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൊല്ലാൻ ലൈസൻസ് കൊടുക്കരുത്. അന്നതിന് ശേഷമാ അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടി. ഇന്ന് രാത്രി നമ്മുടെ കള്ളിമൂട് കൺവെൻഷൻ നടക്കുമ്പോൾ 37 ബാങ്കുകൾ അമേരിക്കയിൽ പൊട്ടി. അതിന്റെ പേരാ JP മോർഗൻ, അമേരിക്കയുടെ ബാങ്ക്. അതുകൊണ്ടാണ് ട്രംപ് വന്നപ്പോഴേ വടിയെടുത്തത്. സ്വോത്രം. ട്രംപ് വന്നപ്പോൾ പെന്തിക്കോസുകാർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷകൻ വന്ന്, ഹല്ലേലൂയ, രാജാവ് വന്ന്. സ്വോത്രം. ട്രംപ് വന്നത് ഇസ്രായേലിന് വേണ്ടിയാ, മലയാളിക്ക് വേണ്ടിയല്ല. സർദാക്കന്മാരെ കാലേ കെട്ടി എല്ലാത്തിനെയും വണ്ടി കൂട്ടി വിട്ട് സാറേ. സ്വോത്രം. ഇനി എത്ര മലയാളി ഇപ്പം കണക്ക്. കഴിഞ്ഞ ദിവസം ശശി തരൂരിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ശശി തരൂർ പറഞ്ഞ പാസ്റ്ററെ 18,000 കണക്കിലുള്ള RC ബുക്കില്ലാത്ത എത്ര വണ്ടി റോഡിൽ ഉണ്ടെന്ന് പുറകെ നോക്കാന്ന്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ട്രംപ് വന്നപ്പോൾ ഇവിടുത്തെ പെന്തിക്കോസുകാർ ഹല്ലേലൂയ, ഞങ്ങളുടെ രക്ഷകൻ വന്നു. സ്വോത്രം. എല്ലാത്തിനെയും വണ്ടി കയറ്റി. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇന്ന് രാത്രി കേട്ടോ, അമേരിക്കയുടെ ബാങ്കുകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കള്ളിമൂട് പ്രസംഗം കേൾക്കുന്നത് ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? ട്രംപ് വന്ന എല്ലാത്തിനെയും നാട് കടത്തി, ഇനി എല്ലാത്തിനും അവിടെ വിസയിൽ എല്ലാത്തിനും വണ്ടി കയറ്റി. അത് കഴിഞ്ഞിട്ട് ഗൾഫ് രാജ്യത്തുള്ളവരാണോ ഭാഗ്യവാൻ? ഇന്ന് എണ്ണവില പ്രശ്നമോ, പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കാഹളം. എന്നാ വിചാരിക്കും ചെമ്പൂരും വെള്ളറുടെയിൽ ആറാട്ടുകുടിയിൽ 5 ഏക്കർ തോട്ടമുള്ള റബ്ബറുള്ള കറിയാച്ചാനാ ഭാഗ്യവാനത്. എൻ്റെ പൊന്നച്ച റബ്ബറിന്റെ ഇലയും പൊഴിഞ്ഞു പാലുമില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? ഗൾഫുകാരനാണോ ഭാഗ്യവാൻ? ചെമ്പൂര് തോട്ടമുള്ള അച്ഛനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഭാഗ്യവാന്മാർ. ഇന്ന് രാത്രി ഭാഗ്യകരമായ പ്രത്യാശയുള്ളൊരു കൂട്ടവിടിരിപ്പുണ്ട്. അവരുടെ പേരാ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അത്രേ ഭാഗ്യവാന്മാർ. നമ്മെ ചേർക്കുവാൻ കാന്തൻ വരാറായി. അവൻ നിയമത്തെ മാറ്റുവോ? വായിക്കാം ദാനിയേൽ 7:25. ബൈബിൾ എടുത്താട്ട് കുഞ്ഞുങ്ങളെ നല്ല ക്ലിയർ ടൈം. ദാനിയേൽ 7:25. അവൻ നിയമത്തെ മാറ്റുവോ? വായിച്ച് സഹായിക്കാം മക്കളെ. ദാനിയേൽ 7:25. ഒരാഴ്ച അവൻ അത്യുന്നതനായവന് വിരോധമായി, ദൈവം വെച്ച കാർമികതയും അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും. അത്യുന്നതനായ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും. സമയങ്ങളെയും, എല്ലാരും അണ്ടർലൈൻ ചെയ്താട്ട വാക്ക്, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും. അതിന്റെ പേരാ ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. സമയങ്ങളെയും നിയമങ്ങളെയും സാത്താൻ മാറ്റിക്കളയും. കാലങ്ങളും. ദൈവസഭ എടുക്കപ്പെട്ടാൽ 7 വർഷം ഉപദ്രവം, മഹോപദ്രവം. അതിന്റെ പേരാ കാലം.
7 വർഷം, കാലാംശം 3.5. മോള് വായിച്ചാട്ടെ അടുത്തത്. അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. ഒരുവന്റെ കയ്യിൽ ഭരണം കൊടുക്കാൻ പോകുന്നു. കാലാംശം അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി നമ്മുടെ കള്ളിമൂട് കൺവെൻഷൻ നടക്കുമ്പോൾ 5 പേർ ഒരുമിക്കുന്നു. 1 അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, 2 മൈക്രോചിപ്പിന്റെ ഉപജ്ഞാതാവ് എലോൺ മസ്ക്, 3 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, 4 ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, 5 സൗദിയിലെ ഭരണാധികാരി പ്രൈസ്തലോട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഏകലോക ഭരണത്തിന്റെ ചാലുകൾ ഒരുങ്ങാറായി. എന്നാൽ അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇനി കാലം അധികമില്ല, വരുവാനുള്ളവൻ വരും. ഇന്ന് രാത്രി കള്ളിമൂടി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആരാരെ കൊല്ലും? മോളെടുത്താട്ടെ. കൊലപാതകങ്ങളുടെ പരമ്പര വായിച്ചാട്ടെ. മർക്കോസ് 13:12 വായിക്കാം. ആരാരെ കൊല്ലും അച്ചായ ഇന്നത്തെ കാലം? ബൈബിൾ എല്ലാവരും സഹോദരൻ സഹോദരനെയും. റാന്നി ചത്തവങ്കര പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹിതന പ്രിൻസ് തോമസ് അവിടെ പ്രസംഗിച്ച് എത്ര ദിവസം ഞാൻ അവിടെ കിടന്ന് പ്രസംഗിച്ചത്. സ്വത്രം. അവരെ ന്യൂ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നെഞ്ചു കീറിയത് ഞാൻ. സ്വത്രം. മനസ്സിലാകത്ത് ചത്തവങ്കര പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു സംഭവം നടന്ന് കേട്ടാട്ടെ. ചേട്ടൻ അനിയന് വേണ്ട സ്വത്തിന് വേണ്ടി കൊന്നു. സമയം നോക്കരുത്, കർത്താവിൻ്റെ വരവ് അടുത്തുപോയി. അതിൻ്റെ അടുത്ത് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തൊരു ചന്തയെ ഞാൻ പ്രസംഗിച്ചു. കൂവപ്പള്ളി. അന്ന് കേരളത്തിലെ ഒരു പ്രമുഖ പ്രാസംഗ്യൻ ചന്ത പ്രസംഗം എന്നുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അവൻ്റെ അഡ്രസ്സില്ല. ചന്ത പ്രാസംഗിയനാണ്. സ്വത്രം. അയ്യോ, നമ്മുടെ കർത്താവ് വടകെ കയറി പ്രസംഗിച്ച്. ഇവിടെ ഏതെങ്കിലും റബ്ബറും തോട്ടം കിട്ടിയാൽ മതി, ഒരുത്തൻ ഗുണപ്പെട്ടാൽ മതി. സ്വോത്രം. ചന്തയാലെന്തോ കവലയായാലെന്തോ അമ്മക്കെന്തോ. ഊചേട്ടൻ പറയുന്നതിന് എന്തോ വിജയം പാസ്റ്റർ ലജ്ജ. അമ്മക്ക് സന്തോഷമായിട്ട് തട്ടുമേ കിട്ടിയാലും വീട്ടുമുറ്റത്ത് കിട്ടിയാലും നമ്മൾ അടിക്കുക. പറഞ്ഞ പാസ്റ്ററൊന്നും ഞാൻ പറയുന്നില്ല. സ്വോത്രം. ഉള്ളിയെ കർത്താവ് വടിയും കൊടുത്തു. സ്വോത്രം. ഇത്രയേ ഉള്ളൂ. സ്വോത്രം. അവിടെ ഞാൻ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും കേൾക്കണം. പെന്തിക്കോസുകാരെല്ലാം കേട്ടാട്ടെ. 3 ദിവസം കൺവെൻഷനാണ്. 87 വയസ്സുള്ളൊരു കത്തോലിക്കൽ അപ്പച്ചൻ വീട്ടുകാരെയും കൂട്ടി പ്രസംഗം കേൾക്കാൻ വന്നു. കേട്ടോണം. സ്വോത്രം. കർത്തൃ ഷാജിപാസ കേട്ടാട്ടെ. 2 ദിവസം കഴിഞ്ഞു. രണ്ടാം ദിവസം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ലോകാരി സംസാരിച്ചപ്പോൾ പുള്ളി ഒരു സംശയം. പാസ്റ്ററെ, ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എങ്ങനെ പേര് വന്നെന്നറിയാവോ? സ്വോത്രം. കൊല്ലത്ത് കിടക്കുന്ന എനിക്ക് എങ്ങനെ അച്ഛാ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പേര് വന്നെന്ന്? വല്ല നോകയുടെ അളിയൻ്റെ എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു കള്ളപ്പേര് എഴുതി കൊടുക്കാമായിരുന്നു. സ്വോത്രം. വലിയ പച്ചനാണ്. സ്വോത്രം. അവസാനം എന്താ സംഭവിച്ചത്? പുള്ളി എന്നോട് പറഞ്ഞു, പണ്ട് ഞങ്ങളുടെ അപ്പന്മാർക്ക് ആരാധിക്കാൻ കാശുമില്ല, പൈസയില്ല. പുടിയുടെ അടുത്ത് വലിയ കാഞ്ഞിരം ഉണ്ടായിരുന്നു. കോടാലി വെച്ച് കാഞ്ഞിരങ്ങ് പിഴുത് മറിച്ച് പീസാക്കി കീറി ഓല മറച്ച് പള്ളി ആരംഭിച്ച്, കാഞ്ഞിരത്തിൻ്റെ പടി കൊണ്ട് ആരംഭിച്ച് ഓല മറച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി എന്ന് പേരിട്ടെന്ന്. സ്വോത്രം. മുഖ്യമന്ത്രി പിണറായിക്കും അറിയത്തില്ല, ഉമ്മൻചാണ്ടി സാറിനും അറിയത്തില്ല. സ്വോത്രം. 3-ാം ദിവസം പ്രസംഗം നല്ലത്. അന്ന് ഞാൻ ഈ വാക്യം എടുത്ത് അവിടെ പ്രസംഗിച്ച്. അപ്പച്ചൻ എന്നോട് പറയാം, കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ 40 കോടിക്ക് വേണ്ടി ഒരമ്മയുടെ ഉദരത്തിൽ കടന്ന 2 അവന്മാരെ ഒരുത്തം വെട്ടിക്കൊന്നു. കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ. സ്വോത്രം. ബാക്കിയൂടെ കേട്ടോ, നമ്മൾ കേൾക്കണം. അന്ന് രാത്രി ശക്തമായിട്ട് ചന്തയെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു, അപ്പച്ചൻ കാണാൻ നിൽക്കുന്ന അപ്പച്ചൻ എന്നെ കാണാൻ നിന്ന്. ഞാൻ ചെന്നപ്പോൾ ഒരു കവർ, 87 വയസ്സുള്ള അച്ചായൻ, ഒരു കവർ എൻ്റെ തരുക. ഞാൻ പറഞ്ഞു, ഇതൊരു സംഘടനയുടെ അല്ല, പാവപ്പെട്ട പിള്ളേരാ, അവരാകെ ഞാൻ നിർത്തിയ കാണിക്കെടുക്കുന്ന. കുഞ്ഞുങ്ങളെ വിളിച്ച് അപ്പച്ചൻ്റെ ഇത് കവർ മേടിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് അവരെനിക്കൊരു വണ്ടിക്കൂലി തന്ന് കാഞ്ഞിരപ്പള്ളി തന്നെ ബസ് കയറ്റി വിട്ട് കോട്ടയത്ത് വന്ന് 12 കൊടുത്തൊരു മധുരമില്ലാത്ത ചായ കുടിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുന്നു. ചെറിയ പൈസയൊന്നുമല്ല, 10,000 രൂപ ഈ അപ്പച്ചൻ. എന്നിട്ട് വേറൊരു കാര്യവും കൂടെ, അവർക്കന്ന് സിസ്റ്റത്തിന് കൊടുക്കാൻ കാശില്ല. പെന്തിക്കോസുകാർ കേട്ടാട്ടെ. 7,000 രൂപ കുറഞ്ഞ് നിൽക്കുമ്പോഴാണ് 10,000 കിട്ടുന്നത്. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, അടുത്ത കൺവെൻഷന് 3,000 ബാലൻസ് കൂടായെന്ന്. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ആ അപ്പച്ചൻ പറഞ്ഞ എന്തോന്നറിയാം പിള്ളേരുടെ അടുത്ത്, ഇനി യോഗം നടക്കട്ടെ, കത്തോലിക്കന് ആരെങ്കിലും രക്ഷിക്കപ്പെടട്ടെ. നമ്മളെവിടെങ്കിലും മൈക്ക് കട്ട് ചെയ്യാൻ നിൽക്കുന്നു. സ്വോത്രം. അവർ പറയുന്നത് യോഗം നടക്കട്ടെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ കണ്ടില്ലേ? അതിനുശേഷം കണ്ടില്ലേ ഇവിടെ തിരുവനന്തപുരം? നിങ്ങൾക്കറിയാമോ, മലയങ്കാരൻ ദീപു അവൻ്റെ കൂട്ടുകാരെ മുഴുവൻ ഞാൻ രക്ഷയിലേക്ക് കൊണ്ടുവന്നതാണ്. അത് 2 ചെറുപ്പക്കാരിന്ന് കർത്താവിന് വേണ്ടി. അജിയുണ്ട്, ജസ്റ്റിനുണ്ട്, അവൻ്റെ കൂടെ JCB ഉള്ളവരാ. അവർ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടിട്ട് മലവിളി പറഞ്ഞു, പാസ്റ്റർ, ഒരു 10 ലക്ഷം ചോദിച്ചിരുന്നത് ഞങ്ങൾ കൊടുത്തതന്നെ. ഞങ്ങളുടെ കൂട്ടുകാരന് കളിക്കാവിളെ കൊണ്ടുവന്ന കഴുത്തറുത്ത് കൊന്നത്. ചൂടമ്പാലക്കാരൻ അമ്പിളി. സന്തോഷമില്ലല്ലോ, പത്രം വായിച്ചില്ലല്ലോ അമ്മാമ്മ. തിരുവനന്തപുരത്ത് 1500 രാത്രി കഴിഞ്ഞവരെല്ലാം എൻ്റെ സൗകര്യങ്ങൾ അവിടെ ഇരിക്കുന്നത്. പ്രസംഗിക്കാത്തൊരു കവലയില്ല. തിരുവനന്തപുരത്ത് ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ 4 കടയിൽ നിന്നാണ് മധുരമില്ലാത്ത ചായ കുടിക്കുന്നത്. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ ചർച്ചിപ്പാൻ ഇറങ്ങിയപ്പോൾ ആര്യാസിലെ പയ്യൻ എന്നെ വിളിച്ചിട്ട്, സാറ് പറഞ്ഞ പ്രസംഗം ശരിയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തുവാ മോനെ? കൊടിയിൽ ടൂറിസ്റ്റ് പോകും, 52കാരൻ 42കാരിയുടെ കഴുത്തങ്ങ് അറത്തന്നു. സ്വോത്രം. എവിടായി ആരാരെ കൊല്ലും? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അമ്മമ്മേ? കിളിയൂർ ഞാൻ പുറേ വരാം. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് രാത്രി അത്താഴം വിളച്ച് അമ്മച്ചിയെ മോൻ കഴുത്തറത്ത് കൊന്നു കളഞ്ഞു.
കണ്ടില്ലയോ പത്രവാർത്ത? ആരാരെ കൊല്ലും? തീർന്നില്ല. ആ പെൺപിള്ളാരും ചെറുപ്പക്കാരും ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. നാളെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ന് നല്ലതുപോലെ കേട്ടോ. സ്വോത്രം. കണ്ട ഇപ്പം പെൺപിള്ളാരുടെ ചെറുപ്പക്കാരൻ്റെ കൂടെ തോളെ കൈയിടാൻ പോരുത്. എൻ്റെ കാര്യം കട്ടുവാ. സ്വോത്രം. അറിയത്തില്ലയോ? ഇളഞ്ചെറക്കാർ ഗ്രീഷ്മ ആർക്കറിയാം? സന്തോഷമില്ലല്ലോ. പഠിക്കാൻ പോകുന്ന പെൺപെണ്ണൂടെ തോളെ കൈയിട്ടാൽ നിന്റെ കാര്യം കട്ടപ്പോകയാ. സ്വോത്രം. എന്താ സംഭവം? കഷായം തരും മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇളഞ്ചെറക്കാർ ഗ്രീഷ്മ, അവൻ്റെ ആ പയ്യൻ്റെ ചേട്ടൻ ഷാരോണിൻ്റെ ചേട്ടൻ പളികൽ CS എൻ്റെ പ്രസംഗം നെടുമ്പാമ്പിളെ കേട്ടതാ. ആ കുടുംബമൊക്കെ എൻ്റെ പരിചയക്കാരാണ്, നിങ്ങൾക്ക് അറിയത്തില്ല. ബാക്കിയൂടെ കേട്ടാട്ടെ. തേക്കുപാറ AG-യിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നെയ്യാറ്റിങ്കര DYSPയുടെ ജീപ്പ് കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എന്തിനാ വരുന്നത്? അപ്പം ചോദിച്ചു, താങ്കളാരാന്ന്. സ്വോത്രം. ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വലിയ ആൾക്കാർ നമ്മുടെ പരിചയക്കാരാണ്. സ്വോത്രം. അപ്പോൾ കാര്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, അന്നേരം പറയാം, ഒരു പെൺകുട്ടിയുടെ മിസ്സിങ് കേസുമായിട്ട് കടക്കുക. ആരാ? ഉച്ചക്കടയിലുള്ളൊരു പെൺകുട്ടി അമ്പൂരിയിലുള്ളൊരു പയ്യനുമായിട്ട് കമ്പനിയായിരുന്നു. അവന് നല്ലൊരു പണമുള്ള പെൺകുട്ടിയെ കല്യാണം ഉറച്ച് വീട് പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദേവനേശൻ പാസ്റ്റർ ഒരു കുടിയും കൂടെ എടുത്ത് എക്സ്ട്രാ മനസ്സിലാകുന്നവർക്കായി. ബാക്കി കൂടെ കേട്ടോ. എവിടെ നിങ്ങൾ ചൊവ്വായിന്ന് വന്നത്? അമ്പൂരി എവിടെ? തേക്കുപാറ എവിടെ? മായ എവിടെ? ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല. സ്വോത്ര. ബാക്കി പറഞ്ഞു തരാം. പണ്ട് CSL ധർമ്മരാജ റസാലം പറഞ്ഞ പോലെ വണ്ടി ഓടിച്ച ഡ്രൈവറോട് പറഞ്ഞ് സജു ചാത്തന്നൂർ വിളി പള്ളി പറഞ്ഞു തരും, നിനക്ക് അറിയത്തില്ലെന്ന്. സ്വോത്ര. മനസ്സിലാകുന്നവർക്കായി. സ്വോത്ര. ആറാട്ടുകുഴിക്കടുത്ത് മണലിൽ നിന്നൊരു CSI പാൻ തിരുമേനി വന്നത്. അപ്പോൾ വിജയഭാസ്കർ പിടികിട്ടി. സ്വോത്ര. അവിടെ കറങ്ങുക. അപ്പോൾ ഡ്രൈവറോട് പറയാം, സജു ചാത്തന്നൂർ വിളി പുള്ളി നമ്മുടെ പള്ളി പ്രസംഗിച്ച വഴി ഇപ്പം കിട്ടുമെന്ന്. സ്വോത്ര. മനസ്സിലാകുന്നവർക്കായി. ഇത്രയൊക്കെ കേട്ടാൽ മതി. സ്വോത്ര. അമ്പൂരിയിൽ പട്ടാളക്കാരെ എവിടെ ഒഴിവാക്കാൻ നോക്കി, രക്ഷയില്ല. നെയ്യാറ്റിൻകരയിൽ നിന്ന് 3 പേര് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് നെയ്യാറി കൊണ്ടുവന്ന് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പെരിയെ കഴുത്ത് ഞെരിച്ചു. അപ്പൻ്റെ സാന്നിധ്യത്തിൽ തേക്കുപാറയിൽ അമ്പൂരി പോകുന്ന വഴി പുതിയ വീടിൻ്റെ സെപ്റ്റിംഗ് ടാങ്ക് പോലെ കുഴിയെടുത്തിട്ട് ആ പെൺകുട്ടി അവിടെ ഇട്ട് 3 ഉപ്പിയാക്ക് വിട്ടങ്ങ് മാറ്റി. സ്വോത്രം. തീർന്നില്ല അച്ചായ അമ്മമ്മേ കേട്ടോ. ആ പെങ്കൊച്ചിൻ്റെ മൊബൈൽ നമ്പറിനകത്ത് ലൊക്കേഷൻ കിട്ടിയുണ്ട്. നെയ്യാറ്റിങ്കര DYSP അന്ന് ഈ കേസ് പിടിച്ച പട്ടാളത്തിൽ പോയവനെ പൊന്നുപോലെ കൊണ്ടുവന്ന് ജയിലിനകത്ത് കിടപ്പുണ്ട്. പത്രം വായിച്ചവർക്കായി. അതുകൊണ്ട് ഇവിടുത്തെ ഗ്രീഷ്മയോടും രേഷ്മയോടും പറയുക, വല്ല പട്ടാളക്കാരൻ്റെ കൂടെ ഒന്ന് കൂട്ടുകൂടാൻ പോലെ നിന്റെ തലയെ ഉപ്പിയാക്ക് വീഴും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് പച്ചയ്ക്ക് പറയാനുള്ളത് പറയുക. അതുകൊണ്ട് ആവശ്യമില്ലാതെ പ്രേമ കല്യാണത്തിന് പോയ പെരുപടിയാണ്. അറേഞ്ച് മാര്യേജ് ദൈവം നല്ല വാഗ്ദത്തങ്ങൾ തരുന്നു. നിന്റെ മക്കൾ പിന്നെ നിന്റെ മധ്യേ ചേട്ടൻ അനിയനെ അപ്പൻ മകനെ. അടുത്ത വാക്കൂടെ മോള് വായിച്ചാട്ടെ. വായിക്കാം. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും. മലയും കീഴ് മേപ്പോക്കടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാ കുടിച്ചിട്ട് വന്ന അപ്പൻ മകനെ ഒറ്റ കുത്തങ്ങ് തീർത്ത് കളഞ്ഞു. അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അടുത്തത് മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ്. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. അതിന്റെ ഭാഗമാ കിളിയൂർ അവസാനം പറയുമ്പോ പറഞ്ഞാൽ ഇപ്പൊ ബൈബിള് ക്ലിയർ എന്ന് നോക്കിയാൽ മതി. സ്വോത്ര. തിരുവനന്തപുരക്കാര് ടെക്നോ പാർക്കുകാരി അനിശാന്തി 9 മാസവും 9 ദിവസവും നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് കാമുകൻ നിനോ മാത്യുവിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തു. അവളുടെ കണ്ണിന് കാഴ്ചയല്ല. അവൻ തിരുവനന്തപുരം നിങ്ങൾ വരുന്ന വഴി പൂജപ്പുര കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 34 വർഷത്തെ താടവ്. ബാക്കി കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാമോ തിരുവനന്തപുരം പൂവാർ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി CSIയിലെ ഒരു അച്ഛൻ്റെ സൗകര്യം നല്ല ലേരിയ, വളരെ അവരുടെ കുടുംബമായിട്ട് എനിക്ക് ബന്ധമുള്ളതാണ്. ഒരു ദിവസം ഞാൻ എവിടെയോ യാത്ര പോയപ്പോൾ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ കർത്താവ് വരാറായി. ഞാൻ ചോദിച്ചു ദർശനം കിട്ടിയെന്ന്. അപ്പോഴാ പറഞ്ഞ് പെറ്റ കുഞ്ഞിനെ 3 ലക്ഷം രൂപയ്ക്ക് പൂവാറി വിറ്റ് കാശ് മേടിച്ചെന്ന്. മനസ്സിലാകുന്നവർക്കായി. തീർന്നു. കഴിഞ്ഞ ദിവസം ബാക്കി കൂടെ കേട്ടോട്ടമ്മാമേ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് സംഭവിച്ചത് 9 മാസവും 9 ദിവസവും നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് കാമുകന് വേണ്ടി കഴുത്ത് ഞെരിച്ചിട്ട് ആമസോണിന്റെ കവറിനകത്ത് വയറ്റിലെ റോഡിനകത്ത് എറിഞ്ഞ മലയാളി. മാനസാന്തരപ്പെട്. ബാക്കിയൂടെ തീർന്നില്ല. അടുത്തവിടെ കേട്ടോ. എറണാകുളത്ത് ഒരു ചെറുപ്പക്കാരി അവളുടെ ആദ്യ ഭർത്താവിൽ ഒരു കുഞ്ഞ് 1.5 വയസ്സുള്ള നല്ല സൂര്യന്റെ മുഖം പോലെയുള്ള ഒരു ആൺകുഞ്ഞ്. ബാക്കി കേട്ടാട്ടെ, ലൈവുകാർ കേട്ടാട്ടെ. ആ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ കൊല്ലാമെങ്കിൽ നിന്നെ ഞാൻ ഭാര്യയാക്കാം. അവർ സ്നേഹമായി പെരിയ. ഒരു ദിവസം ഈ കുഞ്ഞിനെ കഴുത്തിന്റെ വിയാവരിക്കകത്ത് കിട്ടി. 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഞെക്കി ശ്വാസം പോയി. കളമശ്ശേരി കൊണ്ടു ചെന്നിട്ട് ആശുപത്രി ചെന്നിട്ട് പറഞ്ഞ് കഴുത്തിന്റെ കീഴിൽ കഥവ് കയറി. അവരിതിനും ബുദ്ധിയുള്ളവരാ. കളമശ്ശേരിക്കാർ പോലീസിനെ വിളിച്ച് 2 കൊടുത്തപ്പം കാര്യം പറഞ്ഞു. മൂത്ത അച്ഛൻ അഥവാ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആ തിരക്കി മൊബൈൽ നമ്പർ ഇട്ട് 1 മാസം പത്രത്തിൽ കൊടുത്ത് വന്നില്ല. അവസാനം ഒരു IPS പോലീസ് ഓഫീസർ തന്നെ കയ്യിലെ കാശ് കൊണ്ട് ശവപ്പെട്ടി മേടിച്ച് ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് 3 കിലുക്കുമിട്ട് കൊടുത്തിട്ട് മകനെ വിട എന്ന് പെട്ടിയിൽ എഴുതി വെച്ച കേരളം. രാത്രി ഇതമ്മാമ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര. തീർന്നില്ലയോ കേരളം? സ്വോത്ര. ദാ കിടക്കുന്നു ചെങ്ങന്നൂക്കാര് ഷെറിൻ വീട്ടിൽ വന്ന അപ്പര ഭാസ്കരക്കാരനവര് പെന്തിക്കോസ് കുടുംബ. ബാക്കി ഞാൻ മിണ്ടുന്നില്ല. അവൾ ആരാന്ന് ഞാൻ പറയുന്നില്ല. ഭാഷമാർക്ക് അറിയാം അവൾ ആരാന്ന്. സ്വോത്രം. കൊട്ടേഷൻ ടീമിനെ വിളിച്ച് അപ്പനെ കൈകാര്യം ചെയ്ത് എന്തൊരു ലോകം. നല്ല ലോകം മാറിയോ?
2 വാക്യം കൂടെ കഴിയുമ്പോൾ ഇളവയുടെ ലോസ് ആഞ്ചലസിലേക്ക് വായിക്കാം. ഇന്നത്തെ ലോകം യെശയ്യാ പ്രവചനം 3:12 പോസ്കോ വൈരമോളെ യെശയ്യാ 3:12 ഇന്നത്തെ ലോകം എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. മതി മക്കളെ, ഇന്ന് സകല കുട്ടികളെ പീഡാകാലമില്ലയോ? പത്രം വായിച്ച ഞെട്ടലല്ലയോ? 13 പെൺകുട്ടിയെ 64 പേര് മൊബൈൽ കൊടുക്കുമ്പോഴും അപ്പനും അമ്മയും ഓർത്തോണായിരുന്നു ഇങ്ങനെ കുഴപ്പം വരുമെന്ന്. അവരെയും കുഴപ്പമുണ്ട്. സ്വത്രം എല്ലാ ദിവസവും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. എന്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. അടുത്ത വാക്കൂടെ വായിച്ചിട്ട് മോളെ, സ്ത്രീകൾ അവരെ വാഴുന്നു. കിടക്കുന്നു സ്വന്തം പെറ്റ മക്കളെ പണത്തിനും അധികാരത്തിനും വേണ്ടി സ്വന്തം പെറ്റ മക്കളെ വിൽക്കുന്ന കേരളം. കരമുയരുന്നില്ലല്ലോ ചായ. സ്വത്രം അതുകൊണ്ട് ആ സിനിമാ നടി കേമാ കമ്മിറ്റി പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കേരളം നാണക്കേടാ. 2 IPS കരമുയർത്തിയാട്ട് അത് വിജയം ബസ് പേടിക്കണ്ട. എന്താ അതിൻ്റെ പിന്നിലുള്ള കാര്യം? അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്ത് വിടാഞ്ഞ് ഒരു IPS ഓഫീസർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ അതിൻ്റെ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേജിൽ കൂടെ പ്രസംഗി തരത്തില്ലെന്ന്. സ്വത്രം സ്വന്തം മക്കളെ പണത്തിനും അധികാരത്തിനും ലോകത്തിൻ്റെ പ്രൗഢിക്കും വേണ്ടി വിറ്റ് കാശാക്കുന്ന സ്ത്രീകൾ. സ്വത്രം തീരാൻ പോവുക. അങ്ങനെയെങ്കിൽ ലോകത്തെ കർത്താവ് വെച്ചോണ്ടിരിക്കുക. അമ്മമ്മ വെച്ചോണ്ടിരിക്കുക. ഈ കാലം ഏത് കാലം? ബൈബിളട് എഫേസ്യ ലേഖനം 5:15-16 കള്ളിമൂടുകാർ കേൾക്കട്ടെ. അന്ത്യകാലത്തിന്റെ സുവിശേഷം പൗലോസ്ലീഹ തന്നെ ചൊല്ലി ഈ കാലം മോള് വായിച്ചട്ടെ. എഫേസ്യർ 5:15-16 വായിക്കാം. ഇവിടെ അജ്ഞാനികളായിരിക്കാനല്ല, വായിച്ചാട്ടെ. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. കള്ളിമൂടിൽ അന്ത്യകാല പ്രശ്നം കേട്ടോ, ജ്ഞാനികളായി നടപ്പാൻ നോക്കുക. അടുത്തത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ കരമുയർക്കുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കൊല്ലംകാരുടെ ഭാഷ തിരുവനന്തപുരം ഇത് തന്നെ. കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ അമ്മണിമാമ പത്തായത്തിലെ കത്തി എടുക്കാൻ പോകത്തില്ല. അരകല്ല് സൈഡിലുണ്ട്, അതിന്റെ മേളിൽ ഉള്ളി അരിയുന്ന കൊച്ചു പിച്ചാത്തി ഉണ്ട്. എടുത്ത് ഒറ്റ എറിയാൻ പോവുക. മനസ്സിലാകുന്നവർക്കായി ഇന്നുള്ള ആകാശവും ഭൂമി ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ഇത് ദുഷ്കാലമാകിയാൽ വരാ ലോസ് ആഞ്ചലസ്. ബാക്കിയൂടെ കേട്ടെ. അത് കഴിഞ്ഞ ഒരു ഇടവേള 3 വാക്യം കൂടെ. ലോസ് ആഞ്ചലസിന്റെ പ്രത്യേകത ഇതാ ലോത്തിന്റെ കാലം. ചെറുപ്പക്കാരെല്ലാം കേട്ടെ. 2025 ജനുവരി 5 ഇവിടെ പ്ലാറ്റ്ഫോമിൽ കർത്തൃദാസ പ്രാർത്ഥന തുടങ്ങുന്ന സമയങ്ങൾ കൺവെൻഷൻ വേണ്ടി അന്ന് ഹോളിവുഡിന്റെ അവാർഡ്, സിനിമയുടെ അവാർഡ് 2 പെൺകുട്ടികൾ ചുട്ടിപ്പാവാടെ കൊടുത്ത് പറയുന്നതിന് കുഴപ്പമില്ല. സ്വത്രം മൈക്ക് എടുത്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൂ ഈസ് എ ഗോഡ് ഈസ് ക്രിയേറ്റഡ് യൂണിവേഴ്സ്. ആരാ പറഞ്ഞ ദൈവം പ്രപഞ്ചം ഉണ്ടാക്കിയെന്ന്? 2 പെൺപിള്ളാർ പറഞ്ഞതാ. സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. എന്നിട്ട് അവളുകൾ പറഞ്ഞത് എന്താ അറിയോ? ദാറ്റ് മീൻസ് എ ഫിനോമിന. ദൈവം ഉണ്ടാക്കിയതല്ല ഭൂമിയിൽ നിന്ന്. സ്വത്രം ആ സമയത്ത് 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ കാട്ടുതീ. പത്രം വായിച്ചവർ 48,000 ഏക്കറ കത്തിപ്പോയത്. 25,500 വീടുകൾ അഗ്നിക്കിരയായി. 25 സിനിമാ താരങ്ങളെ തീ വിഴുങ്ങി. 6 എണ്ണം കിടന്നു മരിച്ചു. 31 പേരാ കാട്ടുതീയിൽ അമേരിക്കയിൽ മരിച്ചത്. ഇസ്രയേലിന്റെ സ്കൂപ്പറിന്റെ വിമാനം ഇറങ്ങിയിട്ട തീ കടത്തിയതെങ്കിൽ എൻ്റെ യേശു പറഞ്ഞ പ്രവചനം നിവർത്തി. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ കർത്താവിന്റെ വരവിലും കാര്യം ശരിയായോ? ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്കായി സായം സന്ധ്യയിൽ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് 2 ദൂതന്മാർ പോയി ലോത്തിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ലോത്തേ ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം, പർവ്വതത്തിലേക്ക് ഓടണം, തിരിഞ്ഞു നോക്കരുത്. ലോത്ത് കള്ളിമൂടിലും വന്ന്, ചെമ്പൂരും വന്ന്, വെള്ളറുടെയും വന്ന്, അത് കഴിഞ്ഞ് കത്തിപ്പാറയിലും വന്നത്. ലോത്ത് പെൺപിള്ളാരെടുത്ത് പറഞ്ഞു, ചുരിദാറിട് തീ വരാൻ പോന്ന്. അമ്മാമ്മ ഒരു പരുവത്തിൽ ചുരിദാർ ഇടിച്ചു. ഒരു കാര്യമുണ്ട്, ലോത്ത് നല്ല അച്ചായനായിരുന്നു. സ്വോത്രം അതുകൂടെ കേട്ടാട്ട് അമ്മാമ്മ ഇറങ്ങി വരാൻ പാട്. 4 കാര്യം ചിന്നമ്മ സിസ്റ്റർ കേട്ടാട്ട്. 1, പോത്തീസിൽ നിന്ന് പഠിച്ച കല്യാണ സാരിയ, നല്ല വൈറ്റ്, കുമ്പനാട് ഉരുത്തിട്ടില്ല. 2ാമത്തെ കാര്യം, ആപ്പിളിന്റെ എപ്പോഴാ ഫോൺ വന്നത്, അങ്ങോട്ട് ചാറ്റ് ചെയ്ത് വൈഫൈ അടിച്ചതേ ഉള്ളൂ, അപ്പോഴാണ് വരുന്നത്. സ്വോത്രം 3ാമത്തെ കാര്യം, നെയ്യാറ്റിൻകര വിസ്മയം കൊണ്ടുവന്ന് ഐസ്ക്രീം ഞാൻ നക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം 4ാമത്തെ കാര്യം, 8 ചിക്കൻ കാല് ഇതാ കിടക്കുന്ന 3 വിസല് ബാക്കി കൂടെ ഉണ്ട്. സ്വോത്രം ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ. സ്വോത്രം അമ്മാമ്മയ്ക്ക് സ്വതവും വിടണമെന്നുണ്ടായിരുന്നു, അമ്മാമ്മയെ സ്വതവും വിട്ടില്ല. പക്ഷെ ചില ലോത്തമാരാന്നേ അമ്മാമ്മയെ പിടിച്ചാണ്. പക്ഷെ ഞങ്ങളുടെ ലോകത്തിന് പിടികിട്ടി. ഇതിനെ പിടിച്ചാൽ ഞാനും അക്കരെ കാണിയല്ല, കർവാപ്പസി ഒറ്റ പോക്ക് ഫസ്റ്റ് ഗിയറിട്ട് കരമുയർത്തുന്നവർക്കായി. സ്വോത്രം അങ്ങനെയാണെങ്കിൽ ഇതാ കർത്താവിന്റെ വരവ്. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവേൻ. ലോത്ത് സോതവും വിട്ട നാളിൽ
ദൈവദാസന്മാരെ, ആകാശത്തുനിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കള്ളിമൂടിനോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നത്തെ ലോസ് ആഞ്ചലസ് ഒരു സാമ്പിൾ വെടിക്കട്ട. വില്ലീഗ്രഹാം പറഞ്ഞ ഒരു കാര്യമുണ്ട് അമേരിക്കയോട്, സോദോമിനകത്ത് ദൈവ ന്യായവിധിക്ക് തീ ഇറക്കിയെങ്കിൽ അമേരിക്കയെ ദൈവം ന്യായം വിധിക്കുമെന്ന് പറഞ്ഞതിന്റെ തുടക്കം 2025 നിങ്ങളുടെ ചാനലിൽ കണ്ടെങ്കിൽ, സോദോമിനകത്ത് ലോത്തിനെയും കുഞ്ഞുങ്ങളെ കരം പിടിച്ച് ദൂതൻ കൊണ്ടുപോയതുപോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ എന്റെ കാന്തൻ വരാറായി. കള്ളിമൂടി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1 കാലില്ല, 1.5 2 ഏകനാമ യേശുവിൻ നാമം. தாய தகர்ப்பர் தம்பி தங்கச்சி இந்த நாட்களில் அருமையான தேவன் வல்லமை ஆண்டவரின் விசேஷ வார்த்தையை கேட்டுக்கொண்டு நீ எங்க உட்கார்க்குது, எங்கே போக கூடாது, நெஞ்சத்து கையை கூப்பி യേശു രക്ഷക, യേശു കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നെന്ന് നിന്റെ കരം ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുക. എന്റെ കാന്തൻ മടങ്ങി വരാറായി.